നമുക്കൊരു ഒരു സാക്ഷ്യം ലഭ്യം. ഒരാൾ സാക്ഷ്യം പറയുമ്പോൾ അടുത്ത സാക്ഷ്യത്തിന് വേണ്ടി ഒരുങ്ങിയാൽ മതി. അടുത്ത സാക്ഷ്യം ഉടനെ ദൈവം തമ്പുരാൻ ചെയ്യും. അതാ ദൈവത്തിൻ്റെ പദ്ധതി. ഒരു സാക്ഷ്യം നമ്മൾ പറയുമ്പോൾ ഓർത്തോണം, അടുത്ത സാക്ഷ്യം ഉടനെ ദൈവം തമ്പുരാൻ ചെയ്യും. കാരണം നമ്മൾ മൂടി വെക്കുന്നതല്ല, എപ്പോഴും വിളക്കെടുത്ത് പറയും കീഴിലല്ല വെക്കുന്നത്, തണ്ടിന്മേൽ വെച്ച് വരുമ്പോൾ അതെല്ലാവർക്കും പ്രകാശമുള്ളതായി മാറും. ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ സാക്ഷ്യവും. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ കൃപയാൽ ഒരു അത്ഭുത സാക്ഷ്യം കേൾക്കാൻ ഒരുക്കത്തോടെ ആയിരിക്കുന്നവർ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. സാക്ഷ്യത്തിനായി കർത്താവിൻ്റെ ദാസനെ ഞാൻ വിളിക്കുന്നു. സാക്ഷ്യത്തിനായിട്ട് ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽ വേളയിൽ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ സഹവിശ്വാസികളോടൊപ്പമായി ദൈവസന്നിധിയിൽ ഒരു സാക്ഷിയാകുവാൻ വലിയനാകുന്ന ദൈവം എന്നെയും ഇന്ന് പകൽ വേളയിൽ ഒരുക്കിയത് ഓർത്ത് വളരെ നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞാൻ ഒരടി പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതിനായി ഞാൻ വലിയ പാട്ടുകാരനൊന്നും അല്ലെങ്കിലും എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഗാനത്തിൻ്റെ രണ്ടടി പാടി ദൈവത്തെ സ്തുതിക്കുവാൻ ഞാൻ ആഗ്രഹിക്കപ്പെടുന്നു. കുറുകി ഞരങ്ങി കാത്തിരിക്കും കുറുംപ്രാവേ നിൻ ഇണവരായി, കുറുകി ഞരങ്ങി കാത്തിരിക്കും കുറുംപ്രാവേ നിൻ ഇണവരായി. ആരും അരുവിൽ ഒരു തുണയില്ലെന്നൊരു ഉരുവും നീ നിനയരുതേ. ആരും അരുവിൽ ഒരു തുണയില്ലെന്നൊരു ഉരുവും നീ നിനയരുതേ. ഒരുക്കാൻ പോയി വരുമെന്നുരച്ചോൻ കരുതിയതെല്ലാം നിനക്കല്ലയോ. ഒരുക്കാൻ പോയി വരുമെന്നുരച്ചോൻ കരുതിയതെല്ലാം നിനക്കല്ലയോ. കുറുകി ഞരങ്ങി കാത്തിരിക്കും കുറുംപ്രാവേ നിൻ ഇണവരായി. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽ വേളയിൽ ദൈവസഭയുടെ മധ്യേ നിൽക്കുവാൻ വലിയനാകുന്ന ദൈവം എന്നെയും ഒരുക്കിയല്ലോ എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞാൻ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ദൈവദാസനെ പറ്റി ഇന്നൊരു ദിവസം പറഞ്ഞാൽ തീരാത്ത പോലെ കാര്യങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. എന്നാൽ അതിനൊന്നും ഇപ്പോൾ സമയമില്ല. ദൈവദാസന് വചനം പ്രഘോഷിക്കണമല്ലോ, അതുകൊണ്ട് സമയമില്ലാതെ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞങ്ങൾ ഒരു 4 വർഷത്തോളമായെന്ന് തോന്നുന്നു ഇവിടെ ഈ സഭയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാൻ തുടങ്ങുന്നു. ആദ്യമായിട്ടാണ് ദൈവ മുൻപാകെ എഴുന്നേറ്റ് നിൽക്കുവാൻ ദൈവം ഒരവസരത്തെ തന്നത്. അതായത് എൻ്റെ മോന് നേരത്തെ മുതൽ ആഗ്രഹിച്ചിരുന്നത് ഒരു വണ്ടിക്ക് വേണ്ടി. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം വലിയനാകുന്ന ദൈവം അതിനൊരു സാവകാശത്തെ ഒരുക്കി തന്ന. അത് സ്വന്തമായി പുതിയതല്ല, സെക്കൻഡാണ്, എങ്കിൽ പോലും ഞങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായിരുന്നു. അത് ദൈവസഭയിൽ പറഞ്ഞില്ലെങ്കിൽ അതൊരു ദൈവസഭയിൽ എഴുന്നേറ്റ് നിന്ന് ദൈവത്തോടുള്ള നന്ദി അറിയിച്ചില്ലെങ്കിൽ അതൊരു കുറവായി ഞാൻ കാണുന്നു. അതിനായി ദൈവദാസന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളെ പ്രാർത്ഥിച്ച് നേടിത്തരുവാൻ തക്കവണ്ണം ഇടയായി. ആദ്യം ദൈവദാസനെ ഞാൻ പരിചയപ്പെടുന്നത് തന്നെ ഇവിടെ പാടിക്കൊണ്ടിരുന്ന ജോബിനാണ്. ഞങ്ങൾ ഒരു ദൈവസഭയിൽ നിന്ന് ആരാധിച്ചവരാ, ജോബിന് ഞാനുമല്ല. അങ്ങനെ അവിടുന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ പുറത്തു പോകുവാൻ തക്കവണ്ണം ഇടയായി. അത് ദൈവദാസൻ അറിയാൻ കാര്യങ്ങളെല്ലാം. അങ്ങനെ ദൈവദാസൻ്റെ നമ്പർ തരികയും വിളിക്കുകയും പ്രാർത്ഥിപ്പിക്കുകയൊക്കെ ചെയ്ത് ദൈവദാസൻ്റെ പ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് നന്മകൾ. കഴിഞ്ഞ നാളിലെ പോലെയല്ല, ഞങ്ങൾക്ക് വലിയ ഒരു ഭാഷ മുമ്പേ പറഞ്ഞ പോലെ വലിയ എസ്റ്റേറ്റ് കിട്ടിയെന്നോ അല്ലെങ്കിൽ ഒരു തോട്ടം കിട്ടിയെന്നോ അല്ല. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും കുറവില്ല. ആ സഭയിൽ നിന്ന് വിട്ട ഈ സഭയിൽ വന്ന് കഴിഞ്ഞതിന് ശേഷം ഒന്നിനും ഒരു ബുദ്ധിമുട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ അനുഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഒന്നിനും കുറവായി ഞങ്ങൾക്ക് തോന്നില്ല. ഒരു ദൈവദാസൻ്റെ പ്രാർത്ഥന എനിക്കെന്നല്ല, ഈ സഭയിൽ വരുന്ന ഓരോ ആൾക്കാർക്കും വലിയ അനുഗ്രഹമായിരുന്നു. ദൈവദാസനെ ദൈവദാസനെ ഉയർത്തുക തന്നെ ചെയ്യണം.
അതാണ് ഞാൻ എപ്പോഴും ഈ ദൈവസഭയ്ക്ക് വേണ്ടി, ഈ ദൈവസഭ സ്വന്തമായിട്ടൊരു ഭവനത്തിന് വേണ്ടി ഞാൻ രാത്രി കാലങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കാറുണ്ട്. സ്വന്തമായി വാടകയില്ലാതെ സ്വന്തം ഒരു ആലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മുമ്പേ ദേവദാസൻ ഞങ്ങൾ ചോദിച്ചു, അത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദേവദാസന് മുമ്പേ ചോദിച്ചു, എനിക്ക് എൻ്റെ ദൈവദാസൻ, അതായത് എൻ്റെ ദൈവദാസന് മറ്റുള്ള ദൈവദാസന്മാരിൽ ഒരു പ്രത്യേകത വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നും എപ്പോഴും. അത് ഞാനായിരുന്ന സഭയിലായിരുന്നെങ്കിലും അന്ന് ഞാനത് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. അത് ഇവിടെ ആയിരുന്നെങ്കിലും ഞാനത് ആഗ്രഹിക്കുന്നുണ്ട്. ദേവദാസന് മറ്റുള്ള ദേവദാസന്മാരെക്കാൾ ഒരു പ്രത്യേക, അതുപോലെ തന്നെ ദേവദാസൻ്റെ പ്രാർത്ഥന വലിയ വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ദേശത്ത് തന്നെ വലിയ അനുഗ്രഹമായിരുന്നു. അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം. എൻ്റെ ഇളയ മോക്ക് പാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഒരു ജോലി ലഭിക്കാൻ തക്കവണ്ണം ഇവിടെ വയനാട്ടിലുണ്ട്, വയനാട്ടിൽ തന്നെയാണ് ജോലി ലഭിക്കാൻ. ഇവൻ്റെ കാര്യവും പറഞ്ഞതുപോലെ തന്നെ നടക്കുവാൻ തക്കവണ്ണം ഇടയായി. ദൈവം ഞങ്ങളെ ശ്രേഷ്ഠമായി നടത്തുന്നു, ഒന്നിനും ഒരു കുറവില്ലാത്തവരായി നടത്തുന്നത്. ദൈവസഭയുടെയും ദൈവദാസൻ്റെയും പ്രാർത്ഥന ഒന്ന് മാത്രമാണ്. അത് അറിയിച്ചുകൊണ്ട് ദൈവസേനയിൽ താണിരിക്കുന്നു. താങ്ക് യു ലോർഡ്. നല്ല സാക്ഷ്യം കേൾപ്പിച്ചതിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇങ്ങനെ സാക്ഷ്യം വാ, അമ്മച്ചിയുടെ സാക്ഷ്യമല്ല, ഈടിറ്റ സാക്ഷ്യം. വാ ഇഞ്ഞ പോരെ, ഞാൻ കൂട്ടത്തിൽ നിൽക്കാം. വാ. അമ്മച്ചിയുടെ കൂട്ടം നിൽക്കുന്നൊരു സന്തോഷമല്ലേ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എനിക്കൊരു 2-3 ആഴ്ചയ്ക്ക് മുമ്പേ വല്ലാത്ത ഒരു പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. എൻ്റെ തലയുടെ ഈ ഒരു ഭാഗത്ത് വേദന വരിക പതിവായിരുന്നു. എപ്പോഴും ഇല്ല, ചില സമയങ്ങളിലൊക്കെ. അന്നേരമൊക്കെ എൻ്റെ മനസ്സിലെ വിചാരം, എൻ്റെ ഫാദർ മരിച്ചത് തലഞരമ്പ് പൊട്ടിയാണ്, എന്നാൽ അതുപോലെ തലഞരമ്പ് പൊട്ടി മരിക്കാൻ പോകുമായിരിക്കും എന്ന് ഞാൻ പലതവണ വിചാരിച്ചിട്ടുണ്ട്. എങ്കിലും അതുപോലെ തന്നെ എൻ്റെ ചെവിക്കകത്ത് ഭയങ്കര പ്രയാസമുണ്ടായി. 2 ആഴ്ച ഞാൻ അങ്ങനെയൊക്കെ പോയി. 3-ാമത്തെ ആഴ്ച വന്ന് ഞാൻ പാസ്റ്ററോട് പറഞ്ഞു. പാസ്റ്റർ പ്രാർത്ഥിച്ചതിൽ പിന്നെ ഇന്ന് വരെ തലയ്ക്കാ വേദനയും വന്നിട്ടില്ല, എൻ്റെ ചെവിത്തോണ്ടിരുതേണ്ടിയും വന്നിട്ടില്ല. എൻ്റെ ദൈവം തന്ന സൗഖ്യത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ പ്രാർത്ഥിച്ച് സൗഖ്യം മേടിച്ചെന്ന് പാസ്റ്ററോടും ഉള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങൾക്കായി സ്തോത്രം. ഞാൻ അതിനേക്കാൾ വലിയൊരു അത്ഭുതമാണ് കണ്ടത്. ഇത്ര നാൾ ഞാൻ വിചാരിച്ച ഞാനേ ഉള്ളൂ നല്ലതായിട്ട് പാടാൻ അറിയാവുന്ന ആൾ, ശബ്ദമുള്ള ആൾ വിചാരിച്ച്. പക്ഷെ നമ്മുടെ ഇടയിൽ നല്ല ഗായകരൊക്കെ ഇരിപ്പുണ്ട്. നല്ലൊരു വർഷിപ്പ് ടീം തന്നെ. ഞാനിപ്പോൾ പുറത്തുനിന്നൊരു വർഷിപ്പ് ടീമിനെ വിളിക്കാൻ വേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇതിൻ്റെ മെസ്സേജും ഇതെല്ലാം കൂടെ വരുമ്പോൾ ഒത്തിരി സൗണ്ടിന് ഒത്തിരി വിഷയം വരുന്നുണ്ട്. എന്നിട്ട് ഞാനിങ്ങനെ, പക്ഷേ ശക്തരായ പാട്ടുകാർ ഇതിനകത്തിരിപ്പുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, ഒരു 9:30 വരണമെന്നുള്ളൊരു കുഴപ്പമേ ഉള്ളൂ. ഒരു 9:30 വന്നാൽ ഒരുമിച്ച് നമുക്ക് ആരാധനയ്ക്ക് വർഷിപ്പ് ഒരുമിച്ച് ചെയ്യാൻ പറ്റും. എനിക്ക് കുറച്ചുകൂടെ എനിക്ക് ഒരു ഫ്രീഡം എനിക്ക് ഇച്ചിരൂടെ കിട്ടാൻ പറ്റും. എനിക്ക് ഇച്ചിരൂടെ എനിക്ക് ശുശ്രൂഷയിൽ ഇച്ചിരൂടെ നിൽക്കാൻ പറ്റും. അപ്പോൾ അടുത്ത ആഴ്ചയൊക്കെ അച്ഛൻ 9:30 വരും. ഇനി വലിയ സാക്ഷ്യങ്ങളൊക്കെ പറയണമെങ്കിൽ 9:30 ഇനി സ്റ്റേജിൽ കയറിയാലേ പറ്റുള്ളൂ, ഇല്ല ഇനി സാക്ഷ്യം പറയാൻ പറ്റത്തില്ല. സാക്ഷ്യം പറയണമെങ്കിൽ 9:30 അച്ഛൻ വന്ന് സ്റ്റേജിൽ കയറി പിള്ളേരുടെ കൂടെ ലീഡ് ചെയ്യുമ്പോൾ കർത്താവ് പുതിയത് കൊടുക്കും. അപ്പോൾ ചില പ്രവൃത്തി ചെയ്യുമ്പോഴാണ് ചില അനുഗ്രഹം വരുന്നത്. ആണെന്നോ അല്ലെന്നോ, ചില പ്രവൃത്തി ചെയ്താലേ അനുഗ്രഹം വരുള്ളൂ. അപ്പോൾ ഇനി അച്ഛൻ എന്തെങ്കിലും വരണമെന്ന് വരികിൽ അച്ഛൻ സ്റ്റേജിൽ വന്ന് പാടുമ്പോഴാണ് അനുഗ്രഹം വരാൻ പോകുന്നത്. എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? പിടികിട്ടുന്നവർക്ക് അച്ഛൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ഇവിടെ വന്നേ അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ, അപ്പോൾ ഇവിടെ വന്നേ വരുള്ളൂ. അപ്പോൾ അടുത്ത ആഴ്ച തൊട്ട് സ്റ്റേജിൽ ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. ആമീൻ. ദൈവസഭ യഥാർത്ഥത്തിൽ ദൈവസഭ സന്തോഷിക്കുന്നത് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴാണ്. നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നത്. ഞാൻ പറഞ്ഞ ചെറിയ കാര്യമൊന്നുമല്ല. കാരണം ഒരു വാഹനം മേടിക്കാനൊക്കെ പറ്റുന്ന വലിയ ഒരിതാണ്.
എൻ്റെയൊക്കെ ജീവിതത്തിന് അതൊരു വാഹനം മേടിക്കാനൊക്കെ ഞാൻ ഒത്തിരി നാൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇല്ലായിരുന്നില്ല ഒത്തിരി കാലം. ഇപ്പം വാഹനമൊക്കെ ആയി. പക്ഷെ അന്ന് ഒരുപാട് കാലങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു ചെറിയ എന്തെങ്കിലും ഒരു മേടിക്കാൻ, ഒരു ബൈക്ക് മേടിക്കാൻ ആഗ്രഹിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്തു നിന്നൊക്കെ ദൈവം തമ്പുരാൻ വാതിൽ തുറന്നു വന്ന് ഓർത്താ ദൈവത്തെ സ്തോത്രം ചെയ്യുക. ചെറിയ കാര്യമൊന്നുമല്ല. എല്ലാറ്റിനുമായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്ന തലമുറകളുടെ അനുഗ്രഹങ്ങൾ കേൾക്കുന്നത്, തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് കേൾക്കുന്നതൊക്കെ വലിയ സന്തോഷമാണ്. അപ്പം കർത്താവിൻ്റെ സന്നിധി കണ്ണുകളെയൊക്കെ അടച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച്, ഈ കർത്താവ് വലിയവനായ ദൈവത്തിൻ്റെ മുന്നിൽ നമ്മളായിരിക്കുന്നത് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച്, ഫാദറായി താങ്കിലോട് കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ വചനത്തിൻ്റെ മുൻപിലേക്ക് ഞങ്ങൾ കടന്നു വരുക. ഞങ്ങൾക്കൊന്നിലും പുകഴാനില്ലാതെ പ്രശംസിപ്പാനില്ലാതെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലിരിക്കുമ്പോൾ അങ്ങയുടെ വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേ. കർത്താവെ, വചനത്തിൻ്റെ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടണം. വചനത്തിൻ്റെ ശക്തിയാൽ അത്ഭുതങ്ങൾ നടക്കണം. വചനത്താൽ ഞങ്ങളെ വിടുവിക്കപ്പെടണം. വചനമയച്ചവരുടെ രോഗികളെ സൗഖ്യമാക്കിയെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ആമേ. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതാ ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾ വചനമയച്ച് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ വലിയൊരു കരുതലും കൃപയും ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെട്ടതിനായി ദൈവത്തോട് നന്ദി പറയട്ടെ. ഇത് പകലിൽ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ, കർത്താവിൻ്റെ വചനവുമായി അടിയൻ നിൽക്കുമ്പോൾ, കർത്താവെ അടിയനെ പുകഴാനോ പ്രശംസിപ്പാനോ ഒന്നുമില്ലാതെ ദൈവസന്നിധി നിൽക്കുന്നു. അടിയൻ്റെ നാവിനോടുകൂടെ കർത്താവിൻ്റെ ആത്മാവ് നിൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുതലുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കേൾക്കുന്ന വചനം ജീവനുള്ളതായി മാറട്ടെ, അത് ചൈതന്യമുള്ളതായി മാറട്ടെ, അത്ഭുതമുള്ളതായി മാറട്ടെ. അതേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വീണ്ടും വരുന്ന കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല ഒരു പുനരുദ്ധാനത്തിൻ്റെ ദിവസം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിത്തീരുവാൻ ദൈവം തന്ന വലിയ കൃപയ്ക്കായി കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുക. ദൈവത്തിൻ്റെ എപ്പോഴും ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. ഏത് പ്രകാരമാണ്? പദ്ധതി പ്രകാരം. ഒരാളെ നമ്മൾ വിളിക്കുന്ന പോലെ നമ്മളെ ദൈവം വിളിക്കുമ്പോൾ ദൈവം ഒരു പദ്ധതിയിലേക്കാണ് വിളിക്കുന്നത്. ഞാൻ ഈ 1-2 ആഴ്ച കാലം ഈ വചനത്തിന് കണ്ടിന്യൂവേഷൻ എടുക്കും. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക്, അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ആരുടെ പദ്ധതിയിലേക്കാണ്? ദൈവത്തിൻ്റെ പദ്ധതിയിലേക്കാണ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് വരുമ്പോൾ, അപ്പം ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഒരാളുടെ വരുമ്പോൾ അവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിനെ പകരും. എന്ത് ചെയ്യാൻ ആത്മാവിനെ പകരുന്നേ? ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണമെങ്കിൽ എന്ത് വേണം? എൻ്റെ ഇഷ്ടത്തിൽ ഞാൻ ജീവിച്ചു, പക്ഷേ ഇന്ന് ആരുടെ ഇഷ്ടത്തിലേക്ക് വരുക? ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് വരുവാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ എൻ്റെ മേൽ പറഞ്ഞു. അത് ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് വരുക. അപ്പോൾ ആത്മാവിനൊരു ലക്ഷ്യമുണ്ട്. ആരിൽ കൂടെ? എന്നിൽ കൂടെ. ആത്മാവിനൊരു ദൗത്യമുണ്ട്. ആരിൽ കൂടെ? എന്നിൽ കൂടെ. ആത്മാവിനൊരു പ്രവൃത്തിയുണ്ട്. അത് ആരിൽ കൂടെ വരണം? എന്നിൽ കൂടെ വരണം. ഇത് ആരുടെ മേലൊക്കെ വന്നിട്ടുണ്ട്? യേശു കർത്താവിൻ്റെ മേലും വന്നിട്ടുണ്ട് ആത്മാവിൻ്റെ പ്രവൃത്തി. അപ്പോൾ യേശുവിനെ സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിലേക്ക് അയക്കപ്പെടുന്നു. കന്യയിൽ നിന്ന് ജനിക്കപ്പെടുന്നു. അതിനുശേഷം അപ്പൻ്റെ കൂടെ 30 വർഷക്കാലം ആയിരിക്കുന്നു. അതിനുശേഷം 3.5 വർഷക്കാലം ശുശ്രൂഷ ചെയ്യുന്നു. അപ്പോൾ യേശു കർത്താവിനെ യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടതിന് ശേഷം, നിങ്ങളുടെ അകത്തൊന്ന് കിടക്കാനിത് പറയുന്നത്, അപ്പോൾ സ്നാനപ്പെട്ടതിന് ശേഷം ഒരു പ്രവൃത്തിയിലേക്കാണ്. ആരുടെ പ്രവൃത്തിയിലേക്ക് വരുക? ദൈവത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് വരുക. ദൈവത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് യേശു കർത്താവിനെ കൊണ്ടാക്കുക. അപ്പം നമ്മുടെ ഈ പ്രവൃത്തിയെ എപ്പോഴും തിരിച്ചറിയണം. നമ്മുടെ മേൽ ദൈവം ഇട്ടിരിക്കുന്ന ശുശ്രൂഷയെ നമ്മൾ തിരിച്ചറിയണം. ദൈവം വിളിച്ച വിളിയെ നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഈ വിളിയിലേക്ക് ദൈവം നമ്മളെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 18-ാമത്തെ വാക്യം എടുത്തേ. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ. അപ്പം യേശു ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ പർപ്പസ് വരുന്നത്? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യാൽ. അപ്പോൾ യേശുവിലേക്ക് വന്നപ്പോൾ ആരുടെ പദ്ധതി വരുന്നു? പിതാവാം ദൈവത്തിൻ്റെ പദ്ധതി വരുന്നു. എന്താ അവിടെ പറയുന്നത്? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ എന്ത് ചെയ്തിരിക്കുന്നു? എന്നെ അഭിഷേകം ചെയ്തിരിക്കുക.
എന്നിട്ട് പറയുന്നു ആത്മാവ്, എന്നിട്ട് പറയാം അവൻ്റെ ആത്മാവ്. അപ്പോൾ ഈ ദരിദ്രന്മാരുടെ സുവിശേഷം പറയാനുള്ള ആത്മാവ് എൻ്റെ ആരുടെ മേൽ വന്നു കഴിഞ്ഞു? യേശുവിൻ്റെ മേൽ വന്നു. എന്നിട്ട് പറയുക ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും. അപ്പൊ യേശു ക്രിസ്തുവിനെ പിതാവാൻ ദൈവം അയച്ച മണ്ഡലം നിങ്ങളുടെ അകത്ത് പിടികിട്ടുന്നോ? നിങ്ങളുടെ അകത്ത്? അപ്പൊ ഇതിൻ്റെ പുറത്ത് ആർക്ക് പോകാൻ അവകാശമില്ല. പിടികിട്ടിയോ? ഈ ആത്മാവ് ഏതിലെ വർക്ക് ചെയ്യുള്ളൂ? ഈ ആത്മാവ് എവിടെ പ്രവർത്തിക്കത്തുള്ളൂ? ഈ ആത്മാവിൻ്റെ പ്രത്യേകത പറഞ്ഞു. ഈ ആത്മാവ് എങ്ങനെ വന്നു? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കാൻ. അപ്പോൾ ഈ ആത്മാവ് വന്നെങ്കിൽ യേശുവിനെ വിട്ടിരിക്കുന്ന പദ്ധതി കണ്ടോ? ആരുടെ മേലുള്ള? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കണം, ബദ്ധന്മാർക്ക് വിടുതലുണ്ടാകണം, കുരുടന്മാർക്ക് കാഴ്ചയുണ്ടാകണം, പീഡിതന്മാരെ വിടുവിച്ചയപ്പാൻ, കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാൻ എന്നെ അയച്ചിരിക്കുന്നു. അപ്പോൾ കുറച്ച് ജനം വിചാരിച്ച് യേശുവിനെ പിടിച്ച് എന്താക്കാം? രാജാവാക്കാം. ആക്കാൻ പറ്റുന്നുണ്ടോ? അതിലേക്കല്ല ഈ ആത്മാവ് കൊണ്ടുവന്ന്. ആത്മാവ് കൊണ്ടുവന്ന് എവിടേക്കാ? ആത്മാവ് ഏൽപ്പിച്ചിരിക്കുന്ന വേല. അപ്പൊ നമ്മുടെ മേൽ ദൈവം ഇടുന്ന ആ ശുശ്രൂഷ അല്ലെങ്കിൽ ദൈവാത്മാവ് നമ്മുടെ മേൽ പകരപ്പെടുന്നത് ആര് തിരിച്ചറിയണം? ഈ ആത്മാവിൻ്റെ നിറവിനകത്ത് വേണം നമ്മൾ നിൽക്കാൻ. ഇവിടെ പറയുന്നു യേശു കർത്താവിൻ്റെ മേൽ ഇട്ടിരിക്കുന്ന ശുശ്രൂഷയെ പറഞ്ഞു എന്നതൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? ദരിദ്രന്മാരോട് എന്ത് ചെയ്യണം? സുവിശേഷം അറിയിപ്പാൻ. ഈ ആത്മാവ് യേശുവിൻ്റെ മേൽ പകരപ്പെട്ടിരിക്കുന്നത് ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാനാണ്, പീഡിതന്മാരെ വിടുവിച്ചയക്കാനാണ്, കുരുട്ടുകണ്ണുകൾ തുറക്കാനാണ്, ബദ്ധന്മാർക്ക് വിടുതലുണ്ട്, കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ. എന്നിട്ട് അതിന് വാക്കി ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിലോ പ്രസാദം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷകർക്ക് തിരികെ കൊടുത്തിട്ട് ഇരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കലേക്ക് വന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ പ്രവൃത്തി ആരംഭിക്കാൻ പോവുക. യേശു കർത്താവ് ഇത് മടക്കി ശുശ്രൂഷകരുടെ മേൽ ഏൽപ്പിക്കുന്നു. ഏൽപ്പിക്കുന്നിടം മുതൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ മുതൽ വെളിപ്പെടുമെന്ന് പറഞ്ഞാൽ ആത്മാവ് അവിടെ മുതൽ ചലനം സംഭവിക്കാൻ പോവുക. അപ്പോൾ ദൈവാത്മാവ് യേശു കർത്താവിൻ്റെ മേൽ വന്നിരിക്കുന്ന ആത്മാവ് എന്തിലേക്ക് വരുന്നു? കുരുട്ടുകണ്ണുകളെ തുറക്കാൻ, ബന്ധന്മാരെ വിടുവിക്കുവാൻ, ദൈവത്തിൻ്റെ പ്രസാദവർഷം പറയാൻ, ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ. ഇത്രയും കണ്ടന്റ്, ഇത്രയും ഈ ആത്മാവിൻ്റെ പ്രവൃത്തിയിൽ ആരുണ്ട്? യേശുവിൻ്റെ മേലിട്ടിരിക്കുന്ന ആത്മാവിൻ്റെ പ്രവൃത്തി എവിടെയാ? 1 ശൗമേലിലേക്ക് വന്നേ. 1 ശൗമേൽ 10-ാം അധ്യായം. 1 ശൗമേൽ അതിൻ്റെ 10-ാം അധ്യായം 1-ാമത്തെ വാക്യം മാത്രം. ഇവിടെ നോക്കിക്കോണേ. ഇവിടെ വന്നിട്ട് പറയുക, ശൗമേൽ എന്ന പ്രവാചകൻ ആരെ അഭിഷേകം ചെയ്യാൻ പോവാ? ശൗലിനെ അഭിഷേകം ചെയ്യുന്ന ഭാവ. അപ്പോൾ ശൗമേൽ തൈലപാത്രം എടുത്തു, അവന്റെ തലയിൽ ഒഴിച്ചു, അവനെ ചുംബിച്ചു പറഞ്ഞത്, യഹോവ തന്റെ അവകാശത്തിൽ പ്രഭുവായി നിന്നെ അഭിഷേകം. അപ്പൊ ഇവിടെ ആരെ ഇവനെ കൊണ്ടുവന്ന് എങ്ങോട്ടാ എന്താക്കി മാറ്റുവാ? അഭിഷേകത്തിനെ തിരിച്ചറിയണം. ഇവനെ ഒരു രാജാവാക്കി ദൈവം അഭിഷേകം ചെയ്തു. ആത്മാവിന്റെ വ്യത്യസ്ത തലങ്ങളിൽ തിരിച്ചറിയണം. ഇവിടെ കൊണ്ടുവന്ന് ശൗമേലിനെ വന്ന് ഇത് അവനെ കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യുമ്പോൾ പറയുന്നു, അവനെ ആരാക്കി മാറ്റിയത്? പ്രഭുവായി തന്നെ എന്ത് ചെയ്താ? അഭിഷേകം ചെയ്തു. അതിന്റെ 10-ാമത്തെ വാക്യം അല്ല 6-ാമത്തെ വാക്യം. ഇവിടെ പറഞ്ഞ യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വരും. എന്തായി മാറിയെന്ന് പറഞ്ഞു? ദൈവം തൻ്റെ അവകാശത്തിൻ്റെ പ്രഭുവാക്കി മാറ്റി. ആത്മാവിനെ നമ്മൾ തിരിച്ചറിയണം. ആത്മാവിൻ്റെ നിയോഗത്തെ തിരിച്ചറിയണം. ആത്മാവിൻ്റെ നിയോഗം നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷകൾ മാറിപ്പോവും.
നമ്മളെ വിളിച്ച വിളിയിൽ നിന്ന് നമ്മൾ പുറത്തു പോകും. വിളിച്ച വിളിയെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. വിളി എന്നെക്കുറിച്ച് കർത്താവിന് ചിലപ്പോൾ നമ്മളെ ആക്കി വെച്ചിരിക്കും. നമുക്ക് ചിലപ്പോൾ പ്രസംഗിക്കാൻ ഒരു കഴിവില്ലായിരിക്കാം, പ്രവചിക്കാനുള്ള കഴിവില്ലായിരിക്കും, രോഗസൗഖ്യ ശുശ്രൂഷയില്ല, ഇതൊന്നും നമ്മുടെ മേലായിരിക്കും. പക്ഷെ ചിലപ്പോൾ നമ്മളെ ദേശത്തിനകത്ത് വലിയൊരു സമ്പന്നതയിലേക്ക് ദൈവം മാറ്റും. വലിയൊരു സമ്പന്നതയില്ലേ. എന്തിനു വേണ്ടിയാ? ദൈവരാജ്യത്തിന് കെട്ടുപണിക്ക് സമ്പത്ത് വേണം. അവരൊരു മടി കൊടുക്കാതെ വാരി കൊടുത്തുകൊണ്ടിരിക്കും ദൈവരാജ്യത്തിന് കെട്ടുപണിക്ക് വേണ്ടി. അപ്പോൾ വ്യത്യസ്തമായി ആത്മാവ് പലരെയും പലതായി നിയോഗിക്കപ്പെടും. ഇവിടെ രണ്ടുപേരെ കൊണ്ടുവന്നു. യേശുവിനെ കൊണ്ടുവന്നപ്പോൾ യേശു വന്നത് എന്തിനാ? ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ. അടുത്തയാളെ വിളിച്ചവൻ പറഞ്ഞു, അയാളെ ദൈവം എന്താക്കി വെച്ചു? രാജാവാക്കി അഭിഷേകം ചെയ്തു. വ്യത്യാസങ്ങൾ നിങ്ങളുടെ പിടികിട്ടുന്നുണ്ടോ? പിടികിട്ടുന്നവർക്കാണ് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ ഈ ആത്മാവിൻ്റെ നിയോഗത്തിൽ നിന്ന് ആര് പുറത്തു പോകാൻ പാടില്ല? ദൈവത്തിൻ്റെ കോളിങ്ങിനകത്ത് ആര് നിൽക്കണം? ദൈവം നമ്മളെ ഏൽപ്പിച്ച വേല എന്ത് ചെയ്യണം? വിശ്വസ്തയോടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് ചെയ്യണം. നമ്മുടെ അകത്തൊരു ശൂന്യത വന്നു കയറുന്നത്, നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹം വന്നു കയറാതിരിക്കുന്നത്, അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നതിന് കാരണം എന്നാ? നമ്മളെ ഏൽപ്പിച്ച വേല എന്ത് ചെയ്യത്തില്ല? നമ്മളെ ഏൽപ്പിച്ച വേല ചെയ്യത്തില്ല, അടുത്ത വേല പോയി നമ്മൾ ചെയ്യും. നമ്മളെ ദൈവം ഒരു പദ്ധതി, നമ്മളെ വിളിക്കുന്നതിനകത്ത് എന്തുണ്ട്? പരിശുദ്ധാത്മാവിനൊരു പദ്ധതിയുണ്ട്. ഈ പദ്ധതിക്കകത്ത് ആര് നിൽക്കണം? ഈ പദ്ധതിക്കകത്ത് ഞാൻ ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ ദേശത്തിനകത്ത് ഒരു അനുഗ്രഹമായി മാറും. ഏൽപ്പിച്ചിരിക്കുന്ന വേലയെ വിശ്വസ്തയോടെ ചെയ്യുമ്പോൾ, ഏൽപ്പിച്ചിരിക്കുന്ന വേല അന്ത്യത്തോളം ഞാൻ വിശ്വസ്തതയ്ക്കകത്ത് കാണണം. അപ്പോൾ ദൈവവചനപ്രകാരം ദൈവം തമ്പുരാൻ എന്നെ ആക്കി വെച്ചിരിക്കുന്ന ആ വേലയിൽ ആര് വിശ്വസ്തനാകണം? ഞാൻ വിശ്വസ്തനായി മാറണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 1-ാമത്തെ വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവിടെ മതി. ഒന്നുകൂടെ ഒന്ന് വായിച്ച് 45-1. കോരശിനോട് പറയുന്ന വാക്ക്, അവന്റെ മേലുള്ള ആത്മാവിന്റെ ശക്തി എന്നാ? അവന് ജാതികളെ കീഴടക്കുവാനും അഴിക്കേണ്ടതിനും കഥകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും. അപ്പൊ എൻ്റെ ആത്മാവ് അവൻ്റെ കൂടെ ഇരിക്കുക. അപ്പൊ അവൻ്റെ മുന്നിൽ ഏതെങ്കിലും വാതിൽ അടയുവോ? എവിടെയെങ്കിലും അവന് എതിരായിട്ട് വരാൻ പറ്റുമോ? കാരണം ഈ അഭിഷേകത്തിൻ്റെ ശക്തി അവൻ്റെ മേലുണ്ട്. ഇന്ന് പകലിൽ പിടികിട്ടുന്നുണ്ടോ? ചില വാതിലുകൾ നിങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ ഇട്ടിരിക്കുമ്പോൾ ഈ ആത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ ചില വാതിലുകളെ തുറക്കാൻ പറ്റും. ആ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു. ആത്മാവ് നിങ്ങളുടെ മേൽ തുറക്കാനുള്ള അധികാരം തന്നിരിക്കുമ്പോൾ നിങ്ങൾ വേറൊരാളെ തപ്പിപ്പോവുക. ദൈവദാസനെ ഒന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ വീട്ടിൽ ഒന്ന് പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയാ? ഈ വാതിൽ തുറക്കാൻ. അപ്പൊ ഈ ആരുടെ മേൽ ഈ ശുശ്രൂഷ ഇട്ടിരിക്കുക? നമ്മുടെ മേൽ ആ ശുശ്രൂഷ ഇരിക്കുക. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നുണ്ടോ? നിങ്ങളുടെ മേൽ ഈ ശുശ്രൂഷ ഇരിക്കുന്ന ആരറിയുന്നില്ല. കണ്ടോ? ആത്മാവ് ലഭിച്ചെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സഭയ്ക്കകത്ത് കിടന്ന് ഇങ്ങനെ കറങ്ങി 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 ഡാൻസ് ചെയ്തു പോകാനുള്ളതാണ് ഈ ആത്മാവ്. ആത്മാവിനൊരു പ്രവൃത്തിയുണ്ട്. ഈ ആത്മാവിൻ്റെ പ്രവൃത്തി ചിലപ്പോൾ നിങ്ങൾ ചെന്ന് ഒരു വീട്ടിൽ ചെന്ന് ചിലപ്പോൾ രോഗികളുടെ മേൽ നിങ്ങൾ ചെന്ന് കരം വയ്ക്കുമ്പോൾ രോഗികൾ സൗഖ്യമായി. നിങ്ങളുടെ മേൽ ആത്മാവിട്ടിരിക്കുന്ന പ്രവൃത്തിയെ നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങണം. അപ്പോൾ യേശു കർത്താവിൻ്റെ മേലിട്ടതിനെ കുറിച്ച് പറഞ്ഞു. അടുത്ത പറഞ്ഞു ശൗലിൻ്റെ മേലിട്ടിരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ കോരശിൻ്റെ മേലിട്ടിരിക്കുന്നത് അത് ഒന്നുകൂടെ വായിച്ചേ. ദൈവം പറയുക, ഞാൻ ഇവൻ്റെ എന്ത് ചെയ്തിരിക്കുക? അവൻ്റെ മേൽ ആ ശുശ്രൂഷ ഇട്ടിരിക്കുക. ആ ശുശ്രൂഷ അവൻ്റെ മേലുണ്ട്.
അവനിതിനെ മുഴുവൻ അഴിക്കുവാനുള്ള അധികാരവും ദൈവം കൊടുത്തു. പക്ഷെ ആരറിയുന്നില്ല. ഇപ്പൊ യെരമ്യാവിനെ ദൈവം വിളിച്ചു. യെരമ്യാവിനെ വിളിക്കുമ്പോൾ എന്നായിട്ടാണ് വിളിച്ചേ? രോഗശാന്തി വരപ്രാപ്തനായിട്ടാണ് വിളിച്ചേ? അല്ലല്ലോ. യെരമ്യാവിനെ വിളിച്ചു, നിന്നെ പ്രവാചകനായിട്ട് ദൈവം തമ്പുരാൻ വിളിക്കുക. പൊളിപ്പാനും പണിയുവാനും അധികാരം ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. അപ്പോൾ ഈ വ്യക്തിയുടെ മേൽ ഈ ആത്മാവിനാൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും? അപ്പൊ ദൈവവിട്ട ആത്മാവിനെ എന്ത് ചെയ്യണം? നമ്മളതിനെ തിരിച്ചറിയണം. നമ്മുടെ മേൽ ദൈവവിട്ട ദൗത്യത്തെ നമ്മൾ തിരിച്ചറിയാതെ പോയാൽ നിങ്ങളെപ്പോഴും ശിശുക്കളെ പോലായി മാറും. നിങ്ങൾ ദാസന്മാരായി പോവും. നിങ്ങൾ മക്കളും അവകാശിയുമാ. പക്ഷെങ്കിൽ നമ്മുടെ മേൽ ഇട്ടിരിക്കുന്ന ദൗത്യത്തെ തിരിച്ചറിയാതെ പോയാൽ ഇവിടെ പിശാച് നിങ്ങളെ മുതലെടുക്കും. അപ്പോൾ ദൈവാത്മാവിൻ്റെ ഒരു പ്രവൃത്തിയുണ്ട്. അതാണ് ഫിലിപ്പി ലേഖനം 1-19 വാക്യത്തിനകത്ത് വരും പറയുക. എന്നാ പറയുന്നറിയോ? നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ സഹായത്താലും അതെനിക്ക് രക്ഷാകാരണമായി തീരും എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ പകരപ്പെട്ട ആത്മാവിനെ കണ്ടോ? പൗലോസ് പറയുക, ആരുടെ ആത്മാവിൻ്റെ സഹായത്താൽ? യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ സഹായത്താൽ അതെനിക്ക് രക്ഷാകാരണമായി തീർന്നു. യേശുക്രിസ്തുവിൻ്റെ മേൽ പകരപ്പെട്ട അതേ പരിശുദ്ധാത്മാവ്. ഞാൻ കുറേ കറക്റ്റ് മനസ്സിലാവും. പൗലോസ് പറയും യേശുക്രിസ്തുവിൻ്റെ മേൽ ഇട്ടിരിക്കുന്ന അതേ ആത്മാവിനാൽ. അപ്പോൾ യേശു കർത്താവ് വന്നപ്പോൾ യേശു കർത്താവിൻ്റെ ദൗത്യത്തിനകത്ത് വരുമ്പോൾ യേശു ക്രിസ്തു പറയുന്നത് എന്നാ? മാനസാന്തരപ്പെടുവീൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുക. യേശുവിൻ്റെ ആത്മാവുള്ള പൗലോസ്, യേശുവിൻ്റെ അതേ ആത്മാവുള്ള പത്രോസ്, യേശുവിൻ്റെ ആത്മാവുള്ള യോഹന്നാൻ, ഇവരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നേനാ? മാനസാന്തരപ്പെടുവീൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കും. അപ്പൊ ഇത് പറയുന്നില്ലെങ്കിൽ ആരുടെ ആത്മാവിനാലല്ല? നിങ്ങൾ എന്നെ എൻ്റെ അവിടെ നിന്ന് വരാത്തേ? യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ടെന്ന് പറയുകയാണെങ്കിൽ, യേശുവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനെ പ്രസംഗിക്കണം? മാനസാന്തരത്തെ പ്രസംഗിക്കണം, ദൈവരാജ്യത്തെ പ്രസംഗിക്കണം. ഞാൻ വേറെ എന്തെങ്കിലും പ്രസംഗിക്കുന്നുണ്ട്, ഏതാത്മാവല്ല. ഇതിനെ ആത്മാവ് കൊണ്ട് വിവേചിച്ചറിയേണ്ടത്. പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പോൾ ആത്മാവിൻ്റെ തിരിച്ചറിവ് ആരുടെ അകത്തുണ്ടാകണം? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-8 വാക്യത്തിൽ പറയുന്നുണ്ട്, ആത്മാവ് യെശയ്യാവിൻ്റെ മേൽ വന്നു കഴിഞ്ഞപ്പം അകത്തുനിന്നൊരു ചോദ്യം, എനിക്ക് വേണ്ടി പുറപ്പെടും? ശബ്ദം കേട്ടോ ചോദിക്കുക. പരിശുദ്ധാത്മാവ് വന്നു, കുടലുകൊണ്ട് ഇവനെ നാവിന്മേൽ തൊട്ടു, അകൃത്യങ്ങൾ മാറിയപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ചോദ്യം, എനിക്ക് വേണ്ടി പോകും? അങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യം യെശയ്യാവ് കേട്ടിട്ട് പറയുക. ഉടനെ മറുപടി പറയുന്നതിനാ, അടിയനിതാ, അടിയനെ അയക്കണമേ. ആത്മാവിൻ്റെ നിയോഗത്തെ നിങ്ങൾ അതിൽ തിരിച്ചറിയണം. വരുന്ന ആഴ്ച ഇത് കണ്ടിന്യൂഷൻ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ ആത്മാവിൻ്റെ നിയോഗത്തിൽ ആര് വരണം? നമ്മൾ വരണം. ആത്മാവിൻ്റെ നിയോഗത്തിൽ വരുമ്പോഴേ പ്രതിഫലം വരത്തുള്ളൂ. ആത്മാവിൻ്റെ നിയോഗത്തിലേക്ക് കടക്കുമ്പോഴേ വിടുതലുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പണ്ട് പറഞ്ഞേ, ഒരു ഭവനത്തിൽ ചെന്നു ഒത്തിരി നേരം സുവിശേഷം അവരോട് പറഞ്ഞു, അവരെക്കുറിച്ച് പ്രവചനങ്ങളൊക്കെ നടത്തി, അവരുടെ വീടിനെയും കൊച്ചിനെയും മറ്റും എല്ലാം ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നുവെച്ച് പറഞ്ഞു അവരേക്ക് ഇറക്കണം കേട്ടോ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അവർ വന്നൊന്നുമില്ല. എന്നാൽ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് വേറൊരു സഹോദരനാണ്. അടുത്ത ദിവസം അവിടെ പോയി പുള്ളിക്കാരൻ യേശുവിനെ കുറിച്ചും പറഞ്ഞു, യേശുവിൻ്റെ രക്ഷയെക്കുറിച്ചൊക്കെ പറഞ്ഞു. അതിനടുത്ത ആഴ്ച അവർ സഭയിൽ വന്നു. വ്യത്യാസം പിടികിട്ടുന്നുണ്ടോ? ശുശ്രൂഷയെ നോക്കുമ്പോൾ പുള്ളിയക്കാരന് വലിയ സംഭവം ഞാൻ ചെയ്തേ. അവരുടെ മക്കളെക്കുറിച്ചും അവരെക്കുറിച്ചും ഇവരെക്കുറിച്ചും എല്ലാം ഒത്തിരി കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു. പക്ഷെ അവർ വിശ്വാസത്തിലേക്ക് വന്നില്ല. പക്ഷെ ഇതൊന്നും ഇല്ലാത്തവൻ അവിടെ പോയി. അവൻ്റെ മേലിരിക്കുന്ന ആത്മാവ് കൊയ്ത്തിൻ്റെ ആത്മാവാണ്. അവൻ കൊയ്തുകൊണ്ട് പോരും. ഇത് സ്വർഗത്തിൻ്റെ പദ്ധതിയാണ്. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. പൗലോസ് പറയുക, ആരുടെ ആത്മാവ് എൻ്റെ മേലുണ്ടിരിക്കുക? യേശുവിൻ്റെ ആത്മാവ്. പൗലോസ് പറഞ്ഞ മുഴുവൻ മാനസാന്തരപ്പെടാനാണ് പൗലോസ് പറഞ്ഞേ. ഇവിടെ പറയുന്നത് യേശുവിൻ്റെ ആത്മാവിൻ്റെ സഹായത്താൽ
അതെനിക്ക് രക്ഷാകാരണമായി തീർന്നു. യേശുവിൻ്റെ ആത്മാവിൻ്റെ മേലുണ്ടതിനാൽ അവിടെ പൗലോസ് ചെയ്തപ്പെടുന്നേക്ക് മുടന്തന്മാർ സൗഖ്യമാവുന്നു. യേശുവിൻ്റെ ആത്മാവിൻ്റെ പ്രത്യേകത ദൈവരാജ്യത്തെ പ്രസംഗിക്കുന്നു. പൗലോസ് തന്നെ പറയുന്നു. അപ്പോൾ ആത്മാവിൻ്റെ തിരിച്ചറിവ് ആരുടെ അകത്തുണ്ടാകണം? നമ്മുടെ അകത്തുണ്ടാകണം. നമ്മുടെ വിടുതൽ താമസിച്ചു പോകുന്നതിൻ്റെ കാരണം, നമ്മുടെ ബൗണ്ടറികൾ മാറാതിരിക്കുന്നതിന് കാരണം, നമ്മുടെ അനുഗ്രഹം വെളിപ്പെടാതിൻ്റെ കാരണം എന്നറിയോ? നമ്മളെക്കുറിച്ച് ആത്മാവ് ഇട്ടിരിക്കുന്ന പദ്ധതി നമുക്ക് വെളിപ്പെടാതിരിക്കുന്നത് കൊണ്ടാണ്. ആത്മാവ് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി വെളിപ്പെടുകയാൽ നിന്റെ ജീവിതത്തിനകത്തുനിന്ന് അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങും. വഴിയും വാതിലും ദൈവം തമ്പുരാൻ ഒരുക്കപ്പെടുവാൻ തുടങ്ങും. അതുകൊണ്ട് യേശു പറഞ്ഞു, എൻ്റെ നാമത്തിൽ നീ ഇറങ്ങി പുറപ്പെടുവീ എന്ന് പറഞ്ഞ് ഭൂതഗ്രസ്തരെ വിടുവിക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും എന്ന് പറഞ്ഞതിന്റെ കാരണം യേശുവിന്റെ ആത്മാവിനാലുള്ളവർക്കാ. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പൊ ദൈവികമായ കരുതലുകളിൽ ആത്മാവിനെ തിരിച്ചറിയണം. നമ്മൾ മുമ്പേ വായിച്ചു നിർത്തിയ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം അതിലെ ആ 45-ലേക്ക് ഒന്ന് മടങ്ങി വന്നേ. 45-ലേക്ക് ഒന്ന് മടങ്ങി. 45-ാമത്തെ വാക്യം, 45-1. ജാതികളെ കീഴടക്കി കഥകൾ അവന് തുറന്നിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലങ്കൈ പിടിച്ചു. 2-ാമത്തെ വാക്യം, ഇവിടെ പിടികിട്ടിയോ? ഈ വ്യക്തിയെ ആരാ വിളിച്ചത്? നിങ്ങളുടെ അകത്ത് പിടികിട്ടുന്നുണ്ടോ? ദൈവം വിളിച്ചതാണെന്ന് ആർക്ക് ബോധ്യം വരണം? എനിക്കകത്ത് ബോധ്യം വരണം. എൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവം തന്ന ദൗത്യത്തെ ഞാൻ തിരിച്ചറിയണം. ഇത് മൂടിവെക്കാനുള്ളതല്ല, തണ്ടിന്മേൽ വെളിപ്പെടുവാനുള്ളതാ. അപ്പൊ ഇവിടെ പറഞ്ഞു, ഈ ദൗത്യമൊക്കെ ചേച്ചി പറഞ്ഞു. ദൈവം പറയുക, 2-ാമത്തെ വാക്യം പറയുക, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പൊടാമ്പലെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. എന്നിട്ട് പറയാ, നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവയാണ്. ഇന്ന് പകലിൽ ധൈര്യത്തോടെ വിളിച്ചു വരണം. എന്നെ വിളിച്ച ഒരു ദൈവം എനിക്കുണ്ട്. എന്നെ വിളിച്ച ഒരു കർത്താവ് ഇവിടെയുണ്ട്. എന്റെ പേർ ചൊല്ലി വിളിച്ച ഒരു ദൈവം എനിക്കുണ്ട്. ഇന്ന് പകലിൽ ജനം പറയും, നിന്റെ ഭവനം നശിച്ചു പോകുന്നു, നിന്റെ തലമുറ ഉയരത്തില്ലെന്നോ പറയുമ്പോ അവിടെ നിന്നോണ്ട് വിളിച്ചു വരണം. എന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിനെ സ്വർഗത്തിലെ ദൈവം ഇട്ടതാണെങ്കിൽ എനിക്ക് വേണ്ടി വാതിൽ തുറക്കുന്നത് അത് മനുഷ്യനല്ല. എനിക്ക് വേണ്ടി വാതിൽ തുറക്കുന്നത് ഒരു ഉപദേശിയല്ല. എനിക്ക് വേണ്ടി വാതിൽ തുറക്കുന്നത് സർവശക്തനായ ദൈവമാണ്. ഓ ഹല്ലേലൂയ. എന്നെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. എന്നെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. എന്നെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. അത് വെളിപ്പെടുന്ന കാലമായി അത് വെളിപ്പെടുക തന്നെ ചെയ്യുമെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പൊ ദൈവം യഹോവയെ ദൈവം പറയുക, യഹോവ പറയുക. ആമ ഇവിടെ പറയുന്ന വാക്ക്, നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് നിനക്ക് മറഞ്ഞു കിടക്കുന്ന ചിലത് ഈ ദിവസങ്ങളിൽ വെളിപ്പെടാൻ തുടങ്ങുകയാ. ആത്മാവിന്റെ ശക്തിയാൽ ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ഏറ്റെടുത്തോ. ആത്മാവിന്റെ ശക്തിയാൽ ഈ ദിവസങ്ങളിൽ ചിലത് വെളിപ്പെട്ടു വരും. അത് അത് ഇരുട്ടിലെ നിക്ഷേപമാ. അത് ഇരുട്ടിലെ നിക്ഷേപമാ. ആർക്കും വെളിപ്പെടാതിരിക്കുന്നതാ, പക്ഷെ വെളിപ്പെടാൻ പോകുക. ആർക്കും വെളിപ്പെടാതിരിക്കുന്നതാ, നിനക്ക് വെളിപ്പെടാൻ പോകുക. അത് ആത്മാവിന്റെ ശക്തിയാൽ നിന്നെ വിളിച്ചവൻ, നിന്നെ പേർ ചൊല്ലി വിളിച്ചവൻ ഇന്ന് പകൽ സ്തോത്രം ചെയ്തോണം. എന്നെ പേർ ചൊല്ലി വിളിച്ചവൻ, എന്നെ കുറിച്ച് പദ്ധതിയിട്ടവൻ, ഒരു സ്വർഗത്തിൽ ഒരു ദൈവമുണ്ട്. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പൊ ദൈവം എന്നെ വിളിച്ചതാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടാകണം. 2, ദൈവ പദ്ധതി എൻ്റെ മേലുണ്ടാകണം. ഇവിടെ എല്ലാം നിങ്ങൾ കൂട്ടി വായിച്ചോണം. ദൈവാത്മാവിന്റെ പദ്ധതി പ്രകാരം നിങ്ങൾ ഇറങ്ങി തിരിക്കാൻ തുടങ്ങുമ്പോൾ, പദ്ധതിയിലേക്ക് വരുമ്പോൾ വേലക്കാരൻ കൂലിക്ക് യോഗ്യനാ. നീ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ കരുതൽ നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടും. ദൈവത്തിന് വേണ്ടി നീ നിൽക്കുമ്പോൾ നിന്റെ തലമുറയ്ക്കകത്ത് ദൈവത്തിന്റെ കരുതൽ വരും. ദൈവ ശബ്ദം നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നിന്നെ കരുതിക്കൊണ്ടേയിരിക്കും. ഇന്ന് പകൽക്കാലം അറിയണം, നിനക്ക് വിളവ് തരുന്നത് സ്വർഗത്തിലെ ദൈവമാ. ഇന്ന് പകൽക്കാലം അറിയണം, ഇന്ന് പകലിൽ അറിയണം, നിന്റെ പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടുന്ന ദൈവത്തിന്റെ കരമാ. നിന്റെ ജീവിതത്തിനകത്ത് വരാൻ പോകും ദൈവത്തിന്റെ പദ്ധതിയാ. ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ഒരുവൻ മാറുമ്പോ ദൈവം തനിയെ
അവന് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. അത് പറഞ്ഞ മിൻമഴയും മുൻമഴയും അവൻ തന്ന് നിന്നെ നിറയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ കളപ്പുരകൾ നിറയ്ക്കുന്ന ഒരു കാലമുണ്ട്. അവൻ ഇന്ന് പകൽക്കാലം വരണം. അവൻ കണ്ണീരൊഴുക്കാൻ ഒരു കാലമുണ്ടെങ്കിൽ നൃത്തം ചവിട്ടാനും എനിക്കൊരു കാലമുണ്ട്. ആകാശത്തിന്റെ കീഴിൽ എല്ലാത്തിനും ഒരു റൈറ്റ് ടൈം വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മാവ് വരുമ്പോഴേ ഉള്ളൂ. ആത്മാവ് വരുമ്പോഴേ ഉള്ളൂ ഈ മരുഭൂമിയുടെ അവസ്ഥ. ആത്മാവ് വരുമ്പോ ഈ മരുഭൂമിയുടെ അവസ്ഥകൾ മാറുമെന്ന് പറയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പൊ ദൈവ പദ്ധതിക്കകത്ത് ആര് വന്ന് നിൽക്കണം? ഞാൻ വന്ന് നിൽക്കണം. പിടികിട്ടുന്നോ? ദൈവ പദ്ധതിയിലേക്ക് എൻ്റെ മേലിട്ടിരിക്കുന്ന കോളിങ്ങിലേക്ക് ഞാൻ കയറണം. ഈ കോളിങ്ങിലേക്ക് നിങ്ങൾക്ക് പിടികിട്ടിയില്ലെങ്കിൽ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും, ദൈവദാസനെ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ഭാവി എന്തായിത്തീരും? ആത്മാവുള്ളവൻ ചോദിക്കുക പോലും വേണ്ട, സ്വർഗം പണിതുകൊണ്ടേയിരിക്കുക. ഇന്ന് പകൽ പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അബ്രഹാമിന് ചോദിക്കേണ്ട വന്നില്ല തലമുറ എന്നായി തീരുമെന്ന്. അബ്രഹാമിനോട് തന്നെ ദൈവം പറയുക, അബ്രഹാമേ നീ എന്നെ ഇങ്ങനെ വിശ്വസിച്ച് ഞാൻ സ്നേഹിതനെന്നാ വിളിച്ചെങ്കിൽ അവിടെ ദൈവം പറയുക ഞാൻ അബ്രഹാമിൻ്റെ ദൈവമാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയിട്ട് പറയുക, തലമുറയെ നോക്കിയിട്ട് പറയാം ഞാൻ ഇസ്ഹാക്കിൻ്റെ ദൈവമാണ് കേട്ടോ. ഇന്ന് പകൽക്കാലം പറയണം, നിന്റെ ദൈവമാണെങ്കിൽ ഇന്ന് പകൽ നിന്റെ തലമുറയുടെ ദൈവമായിട്ട് മാറും. ഇന്ന് പകൽ നിന്റെ തലമുറയുടെ ദൈവമായി മാറും. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവെ വിളിച്ചു പറ, ഇതിന്റെ തലമുറയുടെ ദൈവമായി അവൻ മാറുകയാ. അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ ഞാൻ നിന്റെ ദൈവമാ. അവിടെ കൊണ്ട് തീരുകയല്ല, ഞാൻ ഇസ്ഹാക്കിന്റെ ദൈവമാ. അവിടെ കൊണ്ട് തീരുകയല്ല, ഞാൻ യാക്കോബിന്റെ ദൈവമാ. എന്നിട്ട് എബ്രായ ലേഖനക്കാരൻ പറഞ്ഞു, ലജ്ജ കൂടാതെ അവൻ എന്നെ സഹോദരന്മാരെന്ന് വിളിക്കുന്നെങ്കിൽ. അപ്പൊ ഈ കോളിങ്ങിനെ, വിളിയെ ഒന്നറിയണം. അബ്രഹാമിനെ ദൈവം തമ്പുരാൻ വിളിച്ചു. ആ വിളി ആത്മാവ് ചലിക്കാൻ തുടങ്ങി. അബ്രഹാം ചർച്ചക്കാര് പിതൃഭവനം വിട്ടിറങ്ങി. എങ്ങോട്ടെന്നറിയത്തില്ല, ആത്മാവ് പറഞ്ഞിടത്തേക്ക്. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ആ 45:13 ഒന്ന് വന്നേ. 45 13 വാക്യം. ഞാൻ നീതിയിൽ അവനെ ഉണർത്തിയിരിക്കുന്നു. അവൻ എൻ്റെ നഗരം പണിയും. അപ്പൊ പദ്ധതി ഇവിടെ പറഞ്ഞ കോറസിനുള്ള പദ്ധതി പറയുന്നു കേട്ടോ ദൈവം. ഞാനിവനെ വിളിച്ചതാ, നിനക്ക് മുന്നേ ഞാൻ വാതിലുകളെ തുറന്നു വരും. എന്തിനു വേണ്ടിയാ? 13 വന്നപ്പം പറയുക, ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ നോക്കിയേ, ഞാൻ നീതിയിൽ അവനെ ഉണർത്തിയിരിക്കുന്നു. ആരുടെ നീതിയിൽ? ദൈവത്തിന്റെ നീതിയിൽ ഞാൻ അവനെ ഉണർത്തിയിരിക്കുന്നു. അവന്റെ വഴികളൊക്കെയും ഞാൻ ഇതിനകത്ത് നിങ്ങൾ വല്ലതും കഷ്ടപ്പെടേണ്ടി വരുന്നുണ്ടോ? ഇവിടെ നിങ്ങളുടെ അകത്ത് പിടികിട്ടുന്നുണ്ടോ? ഈ ആത്മാവിന്റെ നടത്തിപ്പിലേക്ക് വരുമ്പോൾ തന്നെ വന്നോളും. നീ ചിന്തിക്കാത്ത വാതിലുകൾ നിനക്കായി തുറന്നുകൊണ്ടേയിരിക്കും. നീ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾ ദൈവം തമ്പുരാൻ നിനക്ക് വേണ്ടി തുറക്കും. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? പണിയുന്നുണ്ട്. അവൻ എൻ്റെ നഗരം പണിയും വിലയും സമ്മാനവും വാങ്ങാതെ. കണ്ടോ, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിലേക്ക് വരണമെങ്കിൽ, ദൈവം ചെയ്ത വിടുതലിലേക്ക് വരണമെങ്കിൽ ആത്മാവിനെ ഞാൻ വിവേചിച്ചുകൊണ്ട് വരണം. ആത്മാവിനെ എൻ്റെ അകത്തൊന്ന് വെളിപ്പെടണം. എൻ്റെ മേലിരിക്കുന്ന ദൗത്യം എന്നതാ. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസിക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പുള്ളിക്ക് ദൈവസഭയൊക്കെ ഉണ്ട്, ഒരു കൂട്ടായ്മയുണ്ട്. പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സഭാ ശുശ്രൂഷയില്ല, ഇടയ ശുശ്രൂഷയില്ല. കർത്താവിൻ്റെ കൃപയാൽ അന്നേരം തന്നെ അത് ഫുൾ സ്റ്റോപ്പ് ചെയ്ത് വേറൊരാളെ ഏൽപ്പിച്ചു. കർത്താവിൻ്റെ വേലക്കറി ആത്മാവ് ചലിപ്പിക്കുന്നതിനെ നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ നമ്മൾ ഓർത്തോളം എനിക്ക് ആ ശുശ്രൂഷയില്ല, ഇടയ ശുശ്രൂഷയില്ലെന്ന് വെച്ചു. ഞാൻ ഈ ദൈവസഭയായിട്ടിരുന്ന ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഞാനിങ്ങനെ മുന്നോട്ട് പോകും. ആ സഭയ്ക്കകത്ത് എന്തെങ്കിലും നടക്കുമോ? വിശ്വാസിക്ക് എന്തെങ്കിലും നടക്കുമോ? അവർ കുറച്ച് നാളിങ്ങനെ ഇരുന്ന് നോക്കും, ഒരു പ്രയോജനമില്ല. അവർ വയ്യെടുത്ത് അടുത്ത സഭയിലോട്ട് മാറിയിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ അപ്പോസ്തോലിക ഇടയ ശുശ്രൂഷ ഉള്ളതിൻ്റെ കീഴിൽ നിന്ന് എന്തുണ്ടാവും? പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം. എൻ്റെ മേൽ ദൈവം ഇട്ടിരിക്കുന്ന രോഗശാന്തി വരപ്രാപ്തിയുടെ ശുശ്രൂഷയുണ്ട്. ഇല്ലെന്ന് വെച്ചു. ഞാൻ രോഗികളെ തൊട്ടാലോ? എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന രോഗിയെ സൗഖ്യമാക്കാനാണെങ്കിൽ ഞാൻ രോഗിയെ തൊട്ടാൽ സൗഖ്യമാവും. എൻ്റെ മേൽ ആ ശുശ്രൂഷ ഇല്ല എന്ന് വരികിൽ
നിങ്ങൾ നോക്കണേ, യേശു കർത്താവ് ചന്ദ്രരോഗത്താൽ പിടിക്കപ്പെട്ട ഒരു പയ്യനെ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു. അവർ കയ്യും വെച്ച് കാലും വെച്ച് എല്ലാം നോക്കിയിട്ട് എന്ത് ചെയ്തില്ല? സൗഖ്യമായില്ല. ആ കൊച്ചിൻ്റെ അപ്പം തന്നെ പറഞ്ഞു, നിന്റെ ശിഷ്യന്മാരെടുത്തോട്ട് ഒന്നും നടന്നില്ല, നിനക്ക് പറ്റുമോന്നാണ് യേശുവിനോട് ചോദിച്ചേ. യേശു പറഞ്ഞു, എന്നെ വിശ്വസിക്കുന്നവർ ഇത് പറ്റുമെന്ന് പറഞ്ഞു. യേശു അവൻ്റെ കൈ വെച്ചു, അവൻ സൗഖ്യമായി. അപ്പോൾ ആത്മാവിനെ തിരിച്ചറിയുന്നു. അപ്പൊ ദൗത്യത്തിനകത്ത് വരണം, ആത്മാവിനകത്ത് വരണം. രോഗസൗഖ്യം ദൈവം ദാനം കൊടുത്തിന് ശുശ്രൂഷകൾ, ആത്മാവിൻ്റെ പ്രവൃത്തി, ദൈവം ഇട്ടിരിക്കുന്ന പദ്ധതിക്കകത്ത് ആര് വന്നാലും അത്ഭുതമാവും. നമ്മുടെ സഭയ്ക്കകത്ത് ആര് കയറിയാൽ അത്ഭുതമാകുന്നതിന് കാരണം എൻ്റെ മേൽ ഇട്ടിരിക്കുന്ന ശുശ്രൂഷ പ്രവചന ശുശ്രൂഷയാണ്. അത് വിളിച്ചു പറഞ്ഞാൽ അതുപോലെ തന്നെ സംഭവിക്കും. അത് ഡേറ്റ് കൂട്ടി പറയാൻ ദൈവം എനിക്ക് കൃപ തന്നിട്ടുണ്ട്. എൻ്റെ മേൽ ഇട്ടിരിക്കുന്ന ശുശ്രൂഷ ഞാൻ തിരിച്ചറിയുന്നതാ. എൻ്റെ മേൽ ഇട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ശുശ്രൂഷ എനിക്ക് തിരിച്ചറിയുന്ന ആ ശുശ്രൂഷ ഞാൻ ചെയ്യാൻ തുടങ്ങിയാൽ അത് നാളെ അവിടുത്തെ നിങ്ങളുടെ വീടിൻ്റെ അതിലൂടെ പോകുമ്പോൾ കയ്യാലയുടെ ഇപ്പുറം ഇരിക്കുന്ന ബോർഡിനപ്പുറം വീട് നല്ല പറയുന്നത് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവൻ്റെ ആത്മാവാ. ഇന്ന് നിന്റെ ഭവനത്തിൽ ഇല്ലെങ്കിൽ നാളെ ഉണ്ടാവുമെന്ന് പറയുന്നതാ ദൈവത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവ്. ഇന്നത് സംഭവിക്കാൻ പോകുമെന്ന് പറയുന്നതാ പരിശുദ്ധാത്മാവ്. അപ്പൊ ദൈവം ഇട്ടിരിക്കുന്ന ആത്മാവിനെ ആര് തിരിച്ചറിയണം? നമ്മൾ തിരിച്ചറിയണം. ഇവിടെ പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എന്നിട്ട് യേശുവിന്റെ ആത്മാവിലേക്ക് വരിക. അപ്പോസ്തല പ്രവൃത്തി 1:8. യേശു കർത്താവിന്റെ ആത്മാവിലേക്ക് വരിക. ഒന്ന് വന്നേ, 8ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 1:8. യേശു കർത്താവ് പറയുക. ഇവിടെ ശ്രദ്ധിച്ച് കേട്ടോണേ, ആരാ പറയാൻ തുടങ്ങുന്നേ? യേശുവാ പറയാൻ പോകുന്നേ. യേശുവിൻ്റെ മേൽ ഇട്ടിരുന്ന ദൗത്യം നിങ്ങൾ കണ്ടോ? ലൂക്കോസ് 4:18 വന്നവൻ പറഞ്ഞു, ബദ്ധന്മാരെ വിടുവിക്കുവാൻ, കുരുട്ടുകണ്ണുകളെ തുറക്കുവാൻ, ദൈവത്തിൻ്റെ പ്രസാദവർഷം പ്രസംഗിക്കുവാൻ, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ എന്നെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പൊ യേശു ശിഷ്യന്മാരോട് പറയുക, ഈ ശുശ്രൂഷ എന്ത് ചെയ്യാൻ പോവാ? ഞാൻ കൈമാറാൻ പോവാ. പത്രോസിന്റെ മേൽ, യോഹന്നാന്റെ മേൽ, യാക്കോബിന്റെ മേൽ, അന്ത്രയോസിന്റെ മേൽ എൻ്റെ മേലിരുന്ന അതേ ആത്മാവ് ഇന്ന് പകൽ വിശ്വസിക്കാതിരിക്കണ്ട. അവർ കൈവച്ചാൽ അത്ഭുതങ്ങൾ നടക്കുവാൻ തുടങ്ങും. യേശുവിന്റെ മേൽ പകരപ്പെട്ട ആത്മാവിനെ പത്രോസിന്റെ മേൽ വന്നപ്പോ സുന്ദരമെന്ന ഗോപുരത്തിന്റെ വാതിൽക്ക് വന്നിട്ട് പത്രോസ് പറഞ്ഞു, പൊന്നും വെള്ളിയും എൻ്റെ മേലിരിക്കുന്നത് നസറേനായ യേശുവിന്റെ മേൽ പകരപ്പെട്ട അതേ ആത്മാവെന്ന് പറഞ്ഞപ്പോ മുടന്തൻ സൗഖ്യമായതിന്റെ കാരണം യേശുവിന്റെ മേൽ ഇരുന്ന അതേ ആത്മാവ്. യേശുവിന്റെ മേലിരുന്ന അതേ പരിശുദ്ധാത്മാവെന്ന് അവർക്കൊരു കാര്യം മനസ്സിലായി. യേശു ചെയ്ത ശുശ്രൂഷ എനിക്ക് ചെയ്യാൻ പറ്റൂ, യേശു ചെയ്ത വേല എനിക്ക് ചെയ്യാൻ പറ്റൂ എന്നവർ അകത്ത് വെളിപ്പെട്ടപ്പോ അവർ വിളിച്ചു പറഞ്ഞു. യേശു പറഞ്ഞു തന്നെ. അവർ പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുവാൻ മാനസാന്തരപ്പെടുവീൻ. ആത്മാവിനെ പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ആത്മാവിൽ നിറഞ്ഞു നിന്ന പത്രോസ് അപ്പോസ്തലൻ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയപ്പോ 3000 എണ്ണത്തിന്റെ അകത്ത് കുത്തുകൊണ്ടു. അവർ പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്യണം? യേശുവിന്റെ നാമത്തിൽ വിളിച്ചു പറ. യേശു ആകാശത്തിന്റെ കീഴിൽ ഒരുവന്റെ നാമമേ ഉള്ളൂ, അത് യേശുവിന്റെ നാമത്തിൽ. അവർ സ്നാനപ്പെട്ട ദൈവസഭയോട് കയറിയതിന് കാരണം യേശുവിന്റെ ശുശ്രൂഷ പത്രോസിന്റെ മേൽ പകരപ്പെട്ടോണ്ട്. അപ്പം ദൈവസഭകൾ മാനസാന്തരവും ദൈവരാജ്യവും പ്രസംഗിക്കപ്പെടുന്നില്ലെങ്കിൽ ഇന്ന് പകലിൽ അറിഞ്ഞോളം അത് യേശുവിന്റെ ആത്മാവല്ല, അപകടകരമായ ഒരു ആത്മാവ് പുറത്ത് നിൽപ്പുണ്ട്. എൻ്റെ നാമം പറഞ്ഞ് പലരും വരും അന്നാളിൽ. ഇന്ന് പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അപകടകരമായ ഒരു സംഭവം നടപ്പുണ്ട്. ഇന്ന് പകൽക്കാലം അറിയണം. അതുകൊണ്ടാണ് പറഞ്ഞ് അവ്വായെ ഉപായത്താൽ തെറ്റിച്ചതുപോലെ നിങ്ങളെ തെറ്റിക്കുമോ എന്ന് ഭയപ്പെടുന്ന പൗലോസ് പറഞ്ഞു വെക്കുന്നതിന്റെ കാരണം യേശുവിന്റെ മാനസാന്തരം പ്രസംഗിക്കപ്പെടാത്തവർ, യേശുവിന്റെ ആത്മാവില്ലാത്തവർ മറ്റൊന്ന് പ്രസംഗിക്കപ്പെടുവാണെങ്കിൽ ചിന്തിച്ചോളം അവിടെ നടക്കുന്നത് ലോകത്തിന്റെ ആത്മാവാണ്. ഇന്നിപ്പോ ദൈവരാജ്യത്തിന്റെ ആത്മാവല്ല. ദൈവരാജ്യത്തിന്റെ ആത്മാവുണ്ടെങ്കിൽ അവർ വിളിച്ചു പറയും, മാനസാന്തരപ്പെടുവീൻ.
ഹല്ലേലൂയ. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. അപ്പൊ യേശുവിന്റെ മേലിരുന്ന അതേ ആത്മാവിനെ ആരുടെ മേലൊക്കെ പകർന്നു? ശിഷ്യന്മാരുടെ മേൽ പകരപ്പെട്ടു. ശിഷ്യന്മാരുടെ മേൽ ആത്മാവിനെ പകർന്നു. അവർ വിളിച്ചു പറഞ്ഞത് മുഴുവൻ യേശു ക്രിസ്തുവിൻ്റെ കണ്ടിന്യൂവേഷൻ, യേശുവിൻ്റെ തുടർമാനമായ ശുശ്രൂഷയാണ് അവർ ചെയ്തത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. യേശുവിൻ്റെ മേൽ പകരപ്പെട്ട അതേ പരിശുദ്ധാത്മാവിനെ യേശു സ്വർഗത്തേക്ക് നോക്കിയിട്ട്, സ്വർഗത്തിലെ ദൈവത്തെ എന്നാ വിളിച്ചേ? അപ്പാ എന്നാ വിളിച്ചേ. പിടികിട്ടിയോ? സ്വർഗത്തിലെ ദൈവത്തെ വിളിച്ചത് അപ്പ എന്നാ വിളിച്ചേ. അതുകൊണ്ടാണ് വചനം ഇങ്ങോട്ട് മാറിയപ്പം പൗലോസ് പറഞ്ഞു, അപ്പ പിതാവേ എന്ന് വിളിക്കാനുള്ള സ്വപുത്രൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ തന്നത്. പിടികിട്ടുന്നവർക്ക് യേശുവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ വന്നപ്പോൾ, യേശുവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ വന്നപ്പോൾ അവൻ സ്വർഗത്തിലെ ദൈവത്തെ എനിക്ക് അപ്പ എന്ന് വിളിക്കാനുള്ള റൈറ്റ് എനിക്ക് വന്നു. ഇന്ന് പകൽ ഭാഗത്ത് പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഈ ആത്മാവ് എൻ്റെ മേൽ വന്നതാണ്. അവൻ എനിക്ക് ധൈര്യത്തോടെ വിളിക്കാം. ഇത് ധൈര്യത്തോടെ വിളിച്ചു പറയാ, എൻ്റെ അപ്പൻ്റെ വരവെങ്കിൽ കാഹളത്തിന്റെ ധ്വനി ഉയരുമ്പോ ഞാൻ ഇന്ന് പകൽ മേഘാരൂഢനായി അവൻ വെളിപ്പെടുമ്പോ ഞാനും അവനോടുകൂടെ കാണപ്പെടുമെന്ന് പറയുന്നതിന്റെ കാരണം അവന്റെ മേൽ പകരപ്പെട്ട അതേ പരിശുദ്ധാത്മാവിന്റെ മേലുണ്ട്. ഹല്ലേലൂയ. ലോകവും ലോകത്തിന്റെ മോഹവും അത് വെണ്ണീറായി പോകുന്നതാ. ഇന്ന് പകൽക്കാലം പറഞ്ഞോണം, ആമേ, ഞാൻ ഈ ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ ഈ ലോകത്തിന് വേണ്ടിയാണ് ഞാൻ ഓടുന്നെങ്കിൽ, ഈ ലോകത്തിന് വേണ്ടിയാണ് നിൽക്കുന്നെങ്കിൽ, ഈ ലോകത്തിൻ്റെ സമ്പാദ്യം എൻ്റെ മേൽ നിൽക്കുന്നെങ്കിൽ, ഇന്ന് പകൽ അറിഞ്ഞു എൻ്റെ മേൽ വ്യാപരിക്കുന്നത് യേശുവിൻ്റെ മേൽ പകരുവിച്ച ആത്മാവല്ല. ഹല്ലേലൂയ. ആമി, ഒരു ബംഗ്ലാവ് പോലെ 3 ബംഗ്ലാവ് 10 വണ്ടി മേടിച്ചാലും എൻ്റെ സമാധാനം കേടുന്നില്ല. വീണ്ടും ആഹാരം മേടിക്കാൻ നോക്കുക. എത്രത്തോളം എനിക്ക് ലഭിച്ചാലും പോരാ പോരാ പോരെന്ന് എൻ്റെ അകത്ത് തോന്നുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽ ഞാൻ ആലയം പണിതാലും അതൊരു ബിസിനസ് ആണെങ്കിൽ, ഇന്ന് പകൽക്കാലം പറഞ്ഞു എന്റെ മേൽ വ്യാപരിക്കുന്നത് യേശുവിന്റെ ആത്മാവല്ല. യേശുവിന്റെ ആത്മാവ് എന്ന് പറയുന്നുള്ളൂ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഉളവാക്കി ആമി ദരിദ്രന്മാർക്ക് വാരിക്കൊടുക്കുകയും ആമി നന്മ ചെയ്യുന്ന മടുത്തു പോകാതിരിക്കുന്നവരിൽ അത് വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. അത് യേശുവിന്റെ ആത്മാവാ. പൗലോസ് പറയുന്നു, ഞാൻ ഇതിനെ ചപ്പന്നും ചവറന്നു വേണ്ടുന്നു. ആരുടെ സ്നേഹത്തിൽ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ പകർച്ചയെ തിരിച്ചറിയണം. ആത്മാവ് എൻ്റെ മേൽ പകരപ്പെടുമ്പോൾ, ആത്മാവ് എന്നെ വഴി നടത്തുമ്പോൾ എൻ്റെ അകത്ത് തിരിച്ചറിയണം ഏതാത്മാവിനാലാണ് ഞാൻ നടത്തപ്പെടുന്നത്. ക്രിസ്തുവിൻ്റെ ആത്മാവിനാണെങ്കിൽ. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, അമ്മ മത്തായിയുടെ സുവിശേഷം 6:33 ആദ്യം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? മുമ്പേ അവൻ്റെ രാജ്യവും. അപ്പോൾ നമ്മളെ വിളിച്ച വിളിക്കൊത്തവണ്ണം ആത്മാവിൽ ഞാൻ നടക്കപ്പെടുവാൻ തുടങ്ങിയാൽ, പിടികിട്ടിയോ? ചിലപ്പോൾ ദൈവം വിളിച്ച എന്നെ വാൾപോസ്റ്റ് ഒട്ടിക്കാനായിരിക്കും. ചിലപ്പോൾ എന്നെ ദൈവം നമ്മളെ വിളിച്ച കസേര തുടയ്ക്കാനായിരിക്കും. ദൈവം എന്തിലാണ് എന്നെ ദൈവം വിളിച്ചെന്ന് ഞാൻ തിരിച്ചറിഞ്ഞാൽ, ദൈവം എന്തിലാണ് എന്നെ വിളിച്ചെന്ന് തിരിച്ചറിഞ്ഞാൽ, ഇന്ന് ഞാൻ പറയാം, എല്ലാത്തിനകത്തും ഒരു അനുഗ്രഹമുണ്ട്. എല്ലാത്തിനകത്തും അനുഗ്രഹമുണ്ട്. നിങ്ങൾക്ക് വേണ്ട സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഈ ക്യാമറ കൈകാര്യം ചെയ്തവരെല്ലാം പോയി നോക്കിക്കൂ. ഇന്ന് ആ കുഞ്ഞുങ്ങളൊക്കെ എവിടെയൊക്കെയാന്ന്. ആദ്യം ക്യാമറയെ കൈകാര്യം ചെയ്യുന്നൊരു പെങ്കൊച്ചായിരുന്നു. അവൾ പോയി കാനഡയിലാണ് പോയത്. അത് കഴിഞ്ഞ് ഒരാളെ കൈകാര്യം ചെയ്തു. അവൻ അമേരിക്കയിലുണ്ടെന്ന്. മൂന്നാമതൊരുത്തം കയറി നിന്നു. അവനിന്ന് കോമ്പസ് കുത്തുന്നുള്ള പല രാജ്യത്തിലേക്കും കടന്നുകൊണ്ടിരിക്കുക. പ്രവൃത്തികൾക്ക് എന്നാ ഉണ്ട്? പ്രതിഫലമുണ്ട്. പ്രവൃത്തിക്കൊരു പ്രതിഫലമുണ്ടെന്ന്. ഇത് ഒരു വ്യക്തിയല്ല വിളിച്ചത്, സ്വർഗലാണ്ടത്തിൻ്റെ സൃഷ്ടാവാണ് വിളിച്ചത്. നിന്നെ ചെറിയൊരാളല്ല പേരിട്ട് വിളിച്ചു, സ്വർഗത്തിലെ ദൈവമാ. അതുകൊണ്ട് പറയുന്നു, മുമ്പേ അവൻ്റെ രാജ്യവും എന്ത് ചെയ്യണം? നീതി അന്വേഷിച്ച് അതോടുകൂടെ എല്ലാം ഇനി വന്നോളും നിനക്ക് വേണ്ടത്. അതുകൊണ്ട് കർത്താവ് ഉണ്ണാനും ഉടുക്കാനും ഉണ്ട്, മതി എന്ന് വെപ്പിൽ എല്ലാം നിനക്ക് വേണ്ടതെല്ലാം തരാൻ വേണ്ടി തന്നെ തമ്പുരാൻ വിളിച്ചിരിക്കുന്നത്. ഇന്ന് നീ കണ്ണുനീരൊഴുക്കുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം പറഞ്ഞാൽ ഈ ആത്മാവിനൊരു ശക്തിയുണ്ട്. ഹല്ലേലൂയ. ആത്മാവ് വാതിലുകളെ തുറക്കുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിനക്ക് അടഞ്ഞെന്ന് പറയുന്ന വാതിൽ സ്വർഗം തുറക്കും. ആമേ. ആത്മാവിനൊരു പ്രത്യേകതയുണ്ട്. നിനക്ക് അസാധ്യമെന്ന് പറയുന്നത് ആത്മാവിന് അസാധ്യമല്ല. ഹല്ലേലൂയ. ആത്മാവ് പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഒരുവന്റെ മേൽ ആത്മാവ് ചലിക്കപ്പെടാൻ തുടങ്ങിയാൽ
ഒരുവന്റെ മേലെ വിളിയെ അലമി ചലനം തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ പോലും അറിയാതെ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? സക്കറിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. സക്കറിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. സക്കറിയാവിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. എന്നെ ഉണർത്തി. ഇപ്പൊ നിങ്ങളുടെ അകത്ത് മനസ്സിലാക്കണം, ഈ ആത്മാവിന്റെ ഹിതത്തിലേക്ക് ആരിലേക്ക് വരണം? ആത്മാവിന്റെ വിളിക്കൊത്തവണ്ണം അങ്ങോട്ട് നീങ്ങാൻ തുടങ്ങിയാൽ ദൂതനും വരും. ആത്മാവിന് വിപരീതമായിട്ട് വന്നാൽ ചുമ്മാ ദൂതൻ ഇറങ്ങിയെന്നൊക്കെ പറയാം, ദൂതൻ ഇറങ്ങത്തൊന്നുമില്ല. ആരുടെ നയിക്കത്തിനകത്ത് വരണം? ആത്മാവിൻ്റെ നടത്തിപ്പിൽ ഒരാൾ വരുമ്പോൾ ഇവിടെ പറഞ്ഞു. സക്കറിയ പ്രവചന പുസ്തകം 4-ാം അധ്യായത്തിനകത്ത് അതിൽ 1-ാമത്തെ വാക്യം പറയുക, എന്നോട് സംസാരിക്കുന്ന ദൂതൻ ഉണർത്തി എന്ന് പറഞ്ഞു. യജമാനെ ഇതെന്താകുന്നു ചോദിച്ചു. എന്നിട്ട് എന്നോട് സംസാരിക്കുന്ന ദൂതൻ 6-ാമത്തെ വാക്യം എന്നാ പറഞ്ഞത്? സെറുബ്ബാബേലിനോട് യഹോവയുടെ അരുളപ്പാടാവിത്, സൈന്യത്താലല്ല. ഇവിടെ നിന്ന് പകലിൽ ഓർത്തോണം, ആമി ഒരു കായിക ബലം കൊണ്ടുമല്ല ആത്മാവ് വെളിപ്പെടാൻ പോകുന്നത്. ഇന്ന് നിനക്കുള്ള വാതിൽ തുറക്കുന്നത് നിന്റെ ശക്തി കൊണ്ടൊന്നുമല്ല, ദൈവത്തിന്റെ കൃപ നിന്റെ മേലുള്ളത് കൊണ്ടാണ്. ഇന്ന് പകൽ നീ അസാധ്യങ്ങളെ സാധ്യമാക്കാൻ പോകുന്നത് ഇന്ന് പകൽ അകത്ത് വെളിപ്പെടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ഇവിടെ സെറുബ്ബാബേലിനോട് ഇത് സൈന്യത്താലുമല്ല, ഇത് ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനാ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ ഈ ആത്മാവ് ചലനം തുടങ്ങിക്കഴിഞ്ഞാൽ, ഈ ചലനം തുടങ്ങിക്കഴിഞ്ഞാൽ, ഈ ആത്മാവ് നിന്നെ നയിക്കപ്പെടാൻ തുടങ്ങിയ നിന്റെ അവസ്ഥ തന്നെ മാറിക്കൊണ്ടേയിരിക്കും. ഇന്ന് പകൽക്കാലം വിശുദ്ധാത്മാവിൽ അറിയും, ഈ ആത്മാവിന്റെ ചലനം നിന്റെ അകത്ത് വെളിപ്പെടാൻ തുടങ്ങിയ ഒരു അത്ഭുതത്തിലേക്ക് മാറാൻ പോകുക. നിന്റെ ഭവനത്തിൽ ചലിക്കാൻ തുടങ്ങിയ, നിന്റെ തലമുറയ്ക്കകത്ത് ചലിക്കാൻ തുടങ്ങിയ ഇവിടെ പറയുന്ന വാക്യം കേൾക്കേ. സെറുബ്ബാബേലിനോട് പറയും, സെറുബ്ബാബേലേ സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാൽ അത്രേ സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. എൻ്റെ ആത്മാവിനാൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ ഇന്ന് പകൽ നിനക്ക് വേണ്ടി ചില വാതിലുകൾ തുറക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിലെന്ന്. നിനക്ക് വേണ്ടി ചില വിടുതലുകൾ നടക്കാൻ പോകുന്നത് അവന്റെ ആത്മാവിനാൽ അത്രേ. ഇന്ന് രോഗികൾ സൗഖ്യമാകുന്നത് അവന്റെ ആത്മാവിനാൽ അത്രേ. അത്ഭുതങ്ങൾ നടക്കുന്നത് അവന്റെ ആത്മാവിനാൽ അത്രേ. അതുകൊണ്ട് പറയുക, 7-ാമത്തെ വാക്യം പറയുക, സെറുബ്ബാബേലിന്റെ മുൻപിലുള്ള മഹാപർവ്വതമേ നീ ആരാണ്? ഇത് ധൈര്യത്തോടെ വിളിച്ചു പറയാമോ? നിന്റെ പ്രശ്നത്തെ നോക്കിക്കൊണ്ട് പറയാമോ, ഈ പ്രശ്നം ആരാണ്? എന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിനാ. ഇത് പകൽ വിളിച്ചു പറ, ഈ മതിൽ അവന്റെ നാമത്തിൽ ഞാൻ ചാടിക്കടക്കുക തന്നെ ചെയ്യാം. യേശുവിന്റെ നാമത്തിൽ ആത്മാവിന്റെ ശക്തിയാൽ ഇന്ന് പകൽ ഈ പ്രതികൂലത്തെ ഞാൻ ജയിക്കുക തന്നെ ചെയ്യാം. ഈ പടക്കൂട്ടത്തിന്റെ നേരെ ഞാൻ പാഞ്ഞു ചെല്ലും, ഈ മതിൽ ഞാൻ ചാടിക്കടക്കും അവന്റെ ആത്മാവിനാൽ. ഇന്ന് പകൽ വിശ്വസിക്കുന്നവന് അതുകൊണ്ട് പറയുക, സെറുബ്ബാബേലിന്റെ മുൻപിലുള്ള മഹാപർവ്വതമേ നീ ആര്? സമഭൂമിയായി തീരുക. അതിന് കൃപ 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 എന്ന് പറയും. ഇത് ദൈവത്തിന്റെ ദാനമാ. അർഹതപ്പെട്ടതല്ല എന്റെ മേൽ വന്നത്, അർഹതപ്പെട്ടതല്ല, ഞാൻ നനച്ചതല്ല, ഞാൻ ചോദിച്ചതല്ല. അവന്റെ ദാനമാണ്, അവന്റെ ദാനമാണ്, അവന്റെ ദാനമാണ്, അവന്റെ കൃപയാണ്, കൃപയാണ്, കൃപയാണ്. അവന്റെ ആത്മാവിനാ, അവന്റെ ആത്മാവിനാ ഇന്ന് അത്ഭുത സൗഖ്യങ്ങൾ നടക്കട്ടെ. ദൈവസഭയ്ക്കകത്ത് വിടുതലുകൾ നടക്കട്ടെ ആത്മാവിന്റെ ശക്തിയാൽ. ഇന്ന് പകരം ആത്മാവിന് നിറയട്ടെ, പരിശുദ്ധാത്മാവിന് നിറയട്ടെ. നിന്റെ പ്രതിസന്ധിയെ ജയിക്കട്ടെ. ഇന്ന് പകൽ അത്ഭുത വിടുതൽ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാ, യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാ. ഈ പകൽ ഒരു അത്ഭുത വിടുതൽ.
ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പരാജയമല്ല, എൻ്റെ തലമുറ പരാജയമല്ല. ആത്മാവിന്റെ ശക്തിയാൽ ഓ അത്ഭുതങ്ങൾ തുടങ്ങിയതേ ഉള്ളെന്ന്, വിടുതലുകൾ തുടങ്ങിയതേ ഉള്ളെന്ന്, ആത്മാവിന്റെ പ്രവൃത്തി തുടങ്ങിയേ ഉള്ളെന്ന്. ഓ ഇന്ന് പകലിൽ ഓ നിന്റെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതം ആരുമാകട്ടെ, ഇന്ന് പകൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിനെ തിരിച്ചറി. നിന്റെ മേൽ വ്യാപരിക്കുന്ന പ്രതികൂലം നിന്റെ ജീവിതത്തിലുണ്ടാകാം, ഇന്ന് പ്രതിസന്ധി നിന്റെ ജീവിതത്തിലുണ്ടാകാം. പക്ഷെ അതിനെ ജയിക്കുന്ന ഒരു ആത്മശക്തിയുണ്ട്, ഒരു പരിശുദ്ധാത്മ ശക്തിയുണ്ട്, ആത്മാവിന്റെ ശക്തിയുണ്ട്. കാരാഗ്രഹം തന്നെ തുറക്കും, ഇരുമ്പ് വാതിൽ തനിയെ തുറക്കും, അത്ഭുതങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. ഇന്ന് ആത്മാവിന്റെ ശക്തിയുള്ളവർ, ഓ ആത്മാവിന്റെ ശക്തിയുള്ളവർ, ആത്മാവിന്റെ ശക്തിയാൽ ഇന്ന് പകലിൽ അത്ഭുതം നടക്കും. ഒരുത്തരവൻ പരിശുദ്ധാത്മാ പകരപ്പെടുന്നത്, ആത്മാവിന്റെ ശക്തി പകരപ്പെടുന്നത്, അവൻ സാധാരണക്കാരനെ അസാധാരണനാക്കി ദൈവം മാറ്റാൻ പോകുക. ഒരു സാധാരണക്കാരനെ ഒരു അസാധാരണയിലേക്ക് നിന്റെ അവസ്ഥ മാറാൻ പോകുക. നിന്റെ ഭവനത്തിന്റെ അവസ്ഥ മാറാൻ പോകുക, തലമുറയുടെ അവസ്ഥ മാറാൻ പോകുക. ആത്മാവ് മൂവ് ചെയ്യുക, ആത്മാവ് ചലിക്കപ്പെടാൻ തുടങ്ങി, ആത്മാവ് ദൈവസഭ ചലിക്കപ്പെടാൻ തുടങ്ങുന്നു. ഇന്ന് ആത്മാവ് ചലിക്കുന്നു. ആത്മാവിന്റെ ശക്തി അത്ഭുതങ്ങൾ നടക്കട്ടെ. ഇത് മനുഷ്യന്റെ കരമല്ല, ഇത് ദൈവത്തിന്റെ കരമാ. ഇത് മനുഷ്യന്റെ ശക്തിയല്ല, ഇത് ദൈവത്തിന്റെ ശക്തിയാ. ഇത് മനുഷ്യന്റെ ശക്തിയല്ല, ഇത് ദൈവത്തിന്റെ ശക്തിയാ. മനുഷ്യന്റെ ബുദ്ധിയല്ല, സ്വർഗത്തിന്റെ ജ്ഞാനമാ. ഓ ഇന്ന് പകൽക്കാല ഓ അതുകൊണ്ട് യേശുവിനെ കുറിച്ച് ചോദിക്കുക. ഇവനൊരു തച്ചന്റെ മകനല്ലയോ? ഇവൻ മറിയയുടെ മകനല്ലയോ? ഇവനൊരു തച്ചന്റെ മകനല്ലയോ? ഇവൻ ഇതെവിടുന്ന ഇത്ര വലിയ ജ്ഞാനം? ഇതാ ആത്മാവിന്റെ ജ്ഞാനമെന്ന് പറയുന്നത്, ഇതാ സ്വർഗത്തിന്റെ ജ്ഞാനമെന്ന് പറയുന്നത്. ഇന്ന് പകൽ വിളിച്ചു പറ, എന്റെ മേൽ പകരപ്പെട്ടത് അവന്റെ ആത്മാവിന്റെ ശക്തിയാണ്. Power the holy. ഓ റബല ഹർഷര ധരവൈഡല്ലവ. ആത്മാവിൽ ദൈവസഭ എഴുന്നേൽക്കട്ടെ, ആത്മാവിന്റെ ശക്തിയാൽ ദൈവസഭകൾ എഴുന്നേൽക്കട്ടെ, ആത്മാവിന്റെ ശക്തിയാൽ ഇന്ന് പകൽ കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കട്ടെ, ആത്മാവിന്റെ ശക്തിയാൽ ഇന്ന് പകലിൽ ആത്മാവിന്റെ ശക്തിയാൽ ഭവനത്തിൽ എഴുന്നേൽക്കട്ടെ, ആത്മാവിന്റെ ശക്തിയാൽ ദേശത്ത് നീ എഴുന്നേൽക്കട്ടെ, ആത്മാവിന്റെ ശക്തിയാൽ ഇന്ന് പകലിൽ കാല ഓ അഭിഷേകത്തിന്റെ ശക്തിയുണ്ട്. ഓ അത് നിന്റെ മേൽ പ്രകാശിക്കുന്ന ശക്തിയാ, ആത്മാവിന്റെ ശക്തി നിന്റെ മേൽ വരികയാ. ഇന്ന് പകൽ ആത്മാവിന്റെ ശക്തി ഓ നീ എഴുന്നേറ്റ് പ്രകാശിക്കുക. നിന്റെ മേൽ അഭിഷേകം വന്നു കഴിഞ്ഞു, അഭിഷേകത്തിന്റെ ശക്തി വന്നു കഴിഞ്ഞു. അഭിഷേകത്തിന്റെ ഇന്ന് പകലിൽ വാതിലുകൾ തുറക്കപ്പെടും, അത്ഭുതകരമായ വാതിലുകൾ തുറക്കപ്പെടും. നിന്റെ ഭാവിയുടെ മുൻപിൽ നിന്ന് അത്ഭുതത്തിന്റെ വാതിൽ യേശുവിന്റെ നാമത്തിൽ തുറക്കട്ടെ. Oh, hallelujah. Amen. ആത്മാവ് ഒരുവന്റെ മേൽ ചലനം വെക്കാൻ തുടങ്ങി അത്ഭുതമാവും. ആത്മാവ് ഒരുത്തനെ ഉപയോഗിക്കാൻ തുടങ്ങി അത്ഭുതമാകും. ആത്മാവ് ഇന്നത്തെ പോലെ ഞാൻ പറഞ്ഞു, ആത്മാവ് ചലിക്കാൻ തുടങ്ങി അത്ഭുതം നടക്കാൻ തുടങ്ങും. ഓ ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആത്മാവ് ഒന്ന് ചലിക്കപ്പെടാൻ തുടങ്ങിയാൽ, ആത്മാവ് നിന്റെ മേലൊന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ പലരും നിന്നെ ഉറ്റുനോക്കാൻ തുടങ്ങും. ഇന്ന് പകൽക്കാലം പറഞ്ഞ പകരപ്പെട്ട ആത്മാവിൽ എഴുന്നേറ്റോളാം, പകരപ്പെട്ട ആത്മാവിന്റെ ശക്തിയാൽ എഴുന്നേറ്റോളാം, പകരപ്പെട്ട ആത്മാവിനാൽ എഴുന്നേറ്റോളാം. ഓ പകരപ്പെട്ട ആത്മാവിനാൽ അത്ഭുതങ്ങൾ ചെയ്തോളാം. ഈ സഭ പ്രവചന സഭയാണെങ്കിൽ നിങ്ങൾ പ്രവചിച്ചു തുടങ്ങാം. ഈ സഭ പ്രവചന സൗഖ്യമാണെങ്കിൽ നിങ്ങൾ പ്രവചിച്ചു തുടങ്ങാം. ഈ സഭയിൽ രോഗസൗഖ്യങ്ങളാണെങ്കിൽ, ഈ സഭയ്ക്കകത്ത് രോഗസൗഖ്യങ്ങൾ വരുന്നെങ്കിൽ നിങ്ങളുടെ കൈകളാൽ അത്ഭുതങ്ങൾ നടക്കാം. ഈ സഭയുടെ മേൽ ദൈവം ഇട്ടിരിക്കുന്നതാണെങ്കിൽ അത് രാജ്യത്തിന്റെ അതിരുകൾക്കപ്പുറം അത്ഭുതങ്ങൾ നടക്കാം. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കാം, യേശുവിന്റെ നാമത്തിൽ സംഭവിക്കാം, യേശുവിന്റെ നാമത്തിൽ സംഭവിക്കാം, യേശുവിന്റെ നാമത്തിൽ സംഭവിക്കാം, യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? അപ്പം ഈ ആത്മാവിനെ നമ്മളൊന്ന് തിരിച്ചറിയണം. ഒന്ന്. രണ്ട്, ആത്മാവിൻ്റെ ചലനത്തെ നമ്മൾ അറിയണം. ആത്മാവിനെ നമ്മൾ സ്വീകരിക്കുന്നവരായി മാറണം. ആത്മാവിൻ്റെ നിയോഗത്തിലേക്ക് മാറണം. ആത്മാവിൻ്റെ നിയോഗത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ തനിയെ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും.
ഹല്ലേലൂയ. ഇന്നലെ വരെ നടന്നതല്ല അമി ഇനി നടക്കാൻ പോകുന്നത്. ഇന്നലെ വരെ പടന്ന പ്രവൃത്തിയല്ല, ഇനി അത്ഭുതങ്ങൾ നടക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അത്ഭുതങ്ങൾ വന്ന് കഴിഞ്ഞെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഈ ദിവസങ്ങളിൽ അത്ഭുത വാതിലുകളെ തുറക്കുമെന്നുള്ളവർ ധൈര്യത്തോടെ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ അവസ്ഥകൾ ഈ 2020 ലോകം പറയും ക്ഷാമകാലം വരുമെന്ന്. 8 സെപ്റ്റംബറിനുള്ളിൽ ക്ഷാമകാലം ദേശത്തിനകത്ത് വരും. രാജ്യങ്ങൾ തമ്മിലൊക്കെ വിഷയം വരും. പക്ഷെ നിന്നെക്കകത്തൊരു വിഷയവും വരത്തില്ല. വിളിച്ചു സ്വർഗവാ. നിന്റെ മുന്നിലുള്ള നിന്റെ മുൻപിലുള്ള സെറുബാബേല് നിന്റെ മുന്നിലുള്ള മഹാപർവ്വതവും അത് അവിടെ നിന്നോളൂ. തമ്പുരാനെ നികത്താവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ വലങ്കരം പിടിച്ച് നടത്തുന്ന വർഷമായി 2026 തമ്പുരാൻ മാറ്റുക തന്നെ ചെയ്യും. എത്ര പേര് ആമി പറയുന്നുണ്ട്? ആമി ക്ഷാമകാലം വന്നാലും നിന്റെ തൊട്ടിയിലെ മാവിന് ഒരു കുറവും വരത്തില്ല. ദേശം പട്ടിണിയിലേക്ക് പോയാലും നിനക്ക് വേണ്ട കരുതലുകളെ സ്വർഗം ചെയ്തുകൊണ്ടേയിരിക്കും. എത്ര പേര് വിശ്വാസം ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ആത്മാവുള്ളവന്റെ പുറയിൽ ഒരുത്തൻ ചലിക്കപ്പെടുകയാണ്. അപ്പോൾ യേശു കർത്താവ് പരിശുദ്ധാത്മാവിനെ നടത്തപ്പെടുക. യേശു കർത്താവിൻ്റെ കൂടെ എത്ര പേര് നടക്കുന്നുണ്ട്? 12 ശിഷ്യന്മാർ നടക്കുക. യേശു കാണിക്കുന്ന അത്ഭുതം എല്ലാം ഇവരും കണ്ട് നടക്കുക. യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നു. കടലിൻ്റെ മീതെ നടക്കുന്നു. യേശു രോഗികളെ സൗഖ്യമാക്കുന്നു. ഭൂതകസ്തരെ പിടിക്കും. ഭയങ്കര അത്ഭുതങ്ങൾ. യേശു ഒരു ദിവസം പറഞ്ഞു, ഈ കുഞ്ഞുങ്ങളുടെ വിഷമം കണ്ടു പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഇറങ്ങി അങ്ങോട്ട് പുറപ്പെട്ടോ, നിങ്ങൾ ചെന്ന് രോഗികളുടെ മേൽ കരം വെച്ച സൗഖ്യമാവും എന്നെല്ലാം പറഞ്ഞ് മരിച്ചവരെ ഉയർപ്പി എന്നൊക്കെ പറഞ്ഞ് ഇവരെ വിട്ടു. ഇവർ പോയിട്ട് ഭയങ്കര സന്തോഷത്തോടെ തിരിച്ചു വന്നേ. ഇവർ ഓടി കർത്താവിനോട് വന്നിട്ട് പറഞ്ഞു, പിശാച് മിന്നൽ പോലെ വീഴുന്നത് ഞാൻ കണ്ടു. അപ്പം കർത്താവ് ഒരു കാര്യം പറഞ്ഞു. അതൊന്നുമല്ല, കർത്താവ് ഒരു ഡിമാൻഡ് പറഞ്ഞു പറയുക, പിശാച് കീഴടങ്ങുന്നതിലല്ല നിങ്ങൾ സന്തോഷിക്കണ്ടേ, ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടണം. കർത്താവിൻ്റെ സന്തോഷം വരുന്നത് എവിടെയാണെന്നറിയാമോ? ജീവൻ്റെ പുസ്തകത്തിൽ നിൻ്റെ പേര് കാണുന്നതാ. ഇവിടെ ബംഗ്ലാവ് വെച്ചതോ, രോഗി സൗഖ്യമായോ, ഭൂതകസ്തർ വിടുവിച്ചതോ, അത്ഭുതം നടന്നു വന്നു, സ്വർഗത്തിൻ്റെ ഭാഗമല്ല. സ്വർഗത്തിൻ്റെ ഭാഗം പറയുക, ജീവൻ്റെ പുസ്തകത്തിൽ സ്വന്തം രക്ഷയ്ക്കായുള്ള പേരിനെ എഴുതി ചേർത്തോണം. ഹല്ലേലൂയ എന്ന് പകൽക്കാലം പറയണം. ആമേ സാമേ രക്ഷ സെപ്പറേറ്റാ. ഹല്ലേലൂയ. ആമേ രക്ഷ വരുന്നത് സ്വന്തമായിട്ടാ. അപ്പോൾ അതിനകത്ത് കണ്ടോണം യേശു കർത്താവ് പറഞ്ഞു. അപ്പോൾ യേശുവിൻ്റെ കൂടെ നടന്ന ആമേ ശിഷ്യന്മാരെ കുറിച്ച് പറഞ്ഞു. ആ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുമോ ശക്തി ലഭിക്കുമെന്ന് പറഞ്ഞു. അവർ ആത്മാവിന് വേണ്ടി കാത്തിരുന്നു. സെഗിയോ മാളി മുറി വെച്ച് പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ പകർന്നു. അപ്പോൾ ഏതാത്മാവ് വന്നു? യേശുവിൻ്റെ മേൽ പകരപ്പെട്ട അതേ ആത്മാവ് വന്നു. പത്രോസ് അപ്പോസ്തലൻ 2-ാം അധ്യായത്തിൽ എഴുന്നേറ്റ് ഒരൊറ്റ പ്രസംഗം. ഏതിനെക്കുറിച്ചാണ് പ്രസംഗിച്ചേ? നിങ്ങളുടെ വീട്ടിൽ ബോട്ട് വരും, കാറ് വരും, ലോറി വരും. ആണ് പ്രസംഗിച്ചേ? മനസ്സാന്തരത്തെ പ്രസംഗിച്ചു. യേശുവിൻ്റെ മേലിരുന്ന ആത്മാവ് ആരുടെ മേൽ വന്നോണ്ടാ? എൻ്റെ മേലിരിക്കുന്നൊരു പങ്കിനെ എടുത്ത് ഇവരുടെ മേൽ കൊടുത്തു. യേശുവിൻ്റെ മേലിരുന്ന ആത്മാവിനെ എടുത്ത് പത്രോസിൻ്റെ മേലും യോഹന്നാൻ്റെ മേലും യാക്കോബിൻ്റെ മേലും കൊടുത്തപ്പോൾ അവർ മാനസാന്തരം പ്രസംഗിച്ചപ്പോൾ മാനസാന്തരപ്പെട്ട 3000 എണ്ണം ദൈവസഭയോട് ചേർന്നു. ജീവനിലേക്ക് പ്രവേശിച്ചെന്ന് പറയുന്ന കറക്റ്റ്. ആമേ ജീവനിലേക്ക്. അപ്പോൾ ഏതാത്മാവിനാലാ? യേശുവിൻ്റെ മേൽ പകരപ്പെട്ട അതേ ആത്മാവ്. ഒരു വാക്യോടെ വായിച്ചാൽ 2 രാജാക്കന്മാരുടെ പുസ്തകം എടുത്ത് 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം. എലീശയോട്, ഞാൻ നിങ്കിൽ നിന്ന് എടുത്തു കൊള്ളപ്പെടും മുമ്പേ ചോദിച്ചു. അപ്പോൾ എലിയാവ് എന്ത് ചെയ്യാൻ പോവാ? ഏലിയാവിൻ്റെ ഇവിടുത്തെ ദൗത്യം എന്ത് ചെയ്തു? തീരുവ. ഏലിയ ഇവിടുന്ന് തലയ്ക്ക് മുകളിൽ ഞാൻ മാറ്റപ്പെടാൻ പോകാമെന്ന് എലീശയോട് പറഞ്ഞു. ഇനി കൊച്ചാ ഞാൻ പോവുക, നിനക്ക് എന്തെങ്കിലും വേണോ? ഒരു ഡിമാൻഡ് ചോദിക്കുക, നിനക്ക് എന്തെങ്കിലും വേണോ? അപ്പോൾ ഏലീശ പറഞ്ഞു. ഏലീശ പ്ലാനിട്ട് നിൽക്കുക. പിടി കിട്ടിയോ? പ്ലാനിട്ട് നിൽക്കുന്നവരെ തമ്പുരാൻ നിറയ്ക്കുന്നേ. ഏലിയാവിൻ്റെ പുറകിൽ ഏലീശ ഇങ്ങനെ പിടിക്ക നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഒരു മനസ്സിനകത്തൊന്ന് കോറി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടേ പോകത്തുള്ളൂ. എത്ര പേര് ആമയും പറയുന്നത് എനിക്കറിയത്തില്ല. ഏലിയാവ് ചോദിച്ചു തീരുന്നതിന് മുമ്പ് മറുപടി പറഞ്ഞു. എന്നാ മറുപടി പറഞ്ഞേ? അതിന് എലീശ കണ്ടോ, ഏലിയാവിൻ്റെ മേലിരിക്കുന്ന അതേ ആത്മാവിൻ്റെ എന്ത് വേണം? ഇരട്ടി പങ്ക് എനിക്ക് വേണം. ഏലിയാവിൻ്റെ മേൽ ഏലിയാവ് അത്ഭുതം ചെയ്യുന്നുണ്ടെങ്കിൽ
അത് സ്വർഗത്തിൻ്റെ ആത്മാവിനാണല്ല, ഈ ആത്മാവിനെ എനിക്കും വേണം. ഓ, എന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഈ ആത്മാവിന്റെ ശക്തി എൻ്റെ മേൽ വേണമെന്ന് എലീശ പറയുക. ആ ഇരട്ടി പങ്ക് എൻ്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. അതിന് അപ്പൊ ഇവിടെ ഒരു മറയുണ്ടേ, ഇതിനകത്തൊരു മറ നിപ്പുണ്ട്. ഈ ആത്മാവ് വരണമെന്ന് നിനക്ക് ലഭിക്കണമെങ്കിൽ ഒരു ഡിമാൻഡ് പറഞ്ഞു. എന്നാ ഡിമാൻഡ് പറഞ്ഞേ? ഞാൻ നിങ്കിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോ നീ എന്നെ കാണുന്നു എന്ന് വരികിൽ. അപ്പോൾ കാണാൻ പറ്റത്തില്ലേ? പിടികിട്ടിയോ? ജീവിതത്തിനകത്ത് ചില വ്യതിയാനങ്ങൾ വന്നില്ലെങ്കിൽ യേശു കർത്താവ് വന്നിട്ട് പോയത് ആരും അറിയില്ല. ജീവിതത്തിനകത്ത് ചില രൂപാന്തരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇവിടുത്തെ തട്ടുപൊളിപ്പും ബഹളമൊക്കെ ഇവിടം കൊണ്ട് അവസാനിക്കും. യേശു അപ്പം വന്ന് തൻ്റെ ജനത്തെ ചേർത്ത് കൊണ്ടങ്ങ് പോവും. ഏലിയാവ് ഇത് തന്നെയാണ് പറഞ്ഞൊരു മുന്നോടി പറഞ്ഞിട്ട് പറയുക, ഞാൻ പോകുന്നത് നിനക്ക് കാണാൻ പറ്റിയാൽ നീ ആഗ്രഹിക്കുന്നത് നടക്കും. കണ്ടോ? അപ്പൊ ഈ ആത്മാവിനകത്ത് ഏലിയാവ് ആരുമായിട്ടുള്ള കണക്ഷനിലാണ് നിന്നിരുന്നോണ്ടിരുന്നേ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാ. അതുകൊണ്ട് യാഗപീഠത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് ഏലിയാവ് സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അങ്ങ് അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും അങ്ങ് യാക്കോബിന്റെ ദൈവവും ഞാൻ അങ്ങയുടെ ദാസനെന്ന് ഈ ജനത്തിന് വെളിപ്പെടണമെന്ന് പറഞ്ഞപ്പോ സ്വർഗത്തിന്റെ തീയിറങ്ങിയതിന് കാരണം ദൈവവുമായിട്ടുള്ള ഏലിയാവിന്റെ ബന്ധം കറക്റ്റ് ആയിരുന്നു. ഇന്ന് പകൽ നീയും ദൈവവുമായിട്ടുള്ള ബന്ധം കറക്റ്റ് ആണെങ്കിൽ നിന്റെ പ്രാർത്ഥനാമുറി സ്വർഗം ഇറങ്ങി വരും. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇവിടെ എലീശ പറയുന്നു, ഇവിടെ അടുത്ത വാക്യം പറയുന്നു, അമ്മി അവൻ വെച്ചു ഉണ്ടാകും, ഉണ്ടാകില്ല. എന്നിട്ട് സ്വർഗത്തിലേക്ക് ഏലിയാവ് എടുക്കപ്പെട്ടു. എലീശ അത് കണ്ടിട്ട് എന്റെ പിതാവേ, എന്റെ പിതാവേ നിലവിളിച്ചു. പിന്നെ അവനെ കണ്ടില്ല. അവൻ തന്റെ വസ്ത്രം രണ്ടാമായി കീറിക്കളഞ്ഞു. ഏലിയാവിന്മേലിരുന്ന പുതപ്പ് എടുത്ത് അവ യോർദാൻ അരികിൽ വന്നു. ഇന്നലെ വരെ എലീശയുടെ കയ്യിൽ അത്ഭുതം നടന്നിട്ടില്ല. ഇന്ന് എലീശയ്ക്ക് ഒരു ധൈര്യമുണ്ട്. ഏലിയാവിന്റെ മേൽ പകരപ്പെട്ട ആത്മാവ് എൻ്റെ മേലുണ്ട്. ഇന്ന് പകൽ ധൈര്യത്തോടെ വിളിച്ചു പറയണം, പകരപ്പെട്ട ആത്മാവിന്റെ ശക്തിയാൽ നിന്നിട്ട് എലീശ നിന്നിട്ട് പറയുക, ആമി പുതപ്പെടുത്ത് മടങ്ങിച്ചെന്ന് യോർദാൻ ഇരിക്കുന്നു. ഏലിയാവിന്മേൽ നിന്ന് വീണ പുതപ്പ് കൊണ്ടവൻ വെള്ളത്തെ അടിച്ചപ്പോൾ ഏലിയാവിന്റെ ദൈവമായ യഹോവ എവിടെ എന്ന് പറഞ്ഞു. അവൻ വെള്ളത്തെ അടിച്ചപ്പോൾ അത് രണ്ടായി വഴിമാറിയെങ്കിൽ ഇന്ന് ആത്മാവിനകത്തൊരു ദൂത് ഞാൻ പറയാ, നിന്റെ മേൽ പകരപ്പെട്ട ആത്മാവിനെ ഇന്ന് പകല് തിരിച്ചറിയാൻ തുടങ്ങിയ ഇന്ന് അത്ഭുതങ്ങൾ നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടും, ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടും. നിന്റെ മേൽ പകരപ്പെട്ട ആത്മാവ് ഇന്ന് പകൽ തിരിച്ചറിയും. എന്റെ മേൽ പകരപ്പെട്ട ആത്മാവ് ഭയത്തിന്റെ ആത്മാവല്ല, അത് ഭീരുത്വത്തിന്റെ ആത്മാവല്ല, അത് ജയത്തിന്റെ ആത്മാവാ. എന്റെ മേൽ പകരപ്പെട്ടത് ഭീരുത്വത്തിന്റെ ആത്മാവല്ല, അത് ജയത്തിന്റെ ആത്മാവാ. അമി എലീശ വന്ന് അമി യോർദാന്റെ മേൽ അടിക്കുമ്പോ യോർദാൻ രണ്ടായി വഴിമാറി. യോർദാൻ വഴിമാറിയപ്പോ അടുത്ത് നിന്നവൻ വിളിച്ചു പറഞ്ഞു, ഏലിയാവിന്റെ ആത്മാവ് ഇവന്റെ മേൽ പകരപ്പെട്ടിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം വിളിച്ചു പറയണം, യേശുവിന്റെ മേലിരുന്ന ആത്മാവ് എന്റെ മേൽ ഉണ്ടെന്ന് പറയുന്നവർക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പൊ ആത്മാവിന്റെ നടത്തിപ്പ് ആരുടെ മേൽ വരണം? നമ്മുടെ മേൽ വരണം. ഇനി ഇരുന്ന് ഒത്തിരി സമയം നിങ്ങളുടെ കടന്നു പോകും. അപ്പൊ നിങ്ങളെ ശ്രദ്ധിച്ചായിരിക്കുന്ന എനിക്കറിയാം, എങ്കിലും പറയുക, ആത്മാവിൻ്റെ നടത്തിപ്പ് ആരുടെ മേൽ വരണം? നമ്മുടെ മേൽ വരണം. നമ്മൾ സാധാരണക്കാരല്ല, അസാധാരണ. നിങ്ങളെ സാധാരണക്കാരാക്കി മാറ്റുന്ന ആരാന്നറിയോ? വെള്ളയടിച്ച കുഴിമാടങ്ങളാ. നിങ്ങളോട് വന്ന് പറയാം, നിങ്ങളുടെ മേൽ മന്ത്രവാദം ചെയ്തിട്ടുണ്ട്, മന്ത്രവാദി കേട്ടിട്ടുണ്ട്, അതുണ്ട് ഇതുണ്ട്, ഇതൊക്കെ പറയുമ്പോൾ അയ്യോ ശരിയാണല്ലോ, ഇതെല്ലാം വിട്ടോണം. കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ മേലുണ്ട്. ആമേൻ. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ
ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഇന്ന് പകലരണം ഈ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നതിനാൽ ഒരു മന്ത്രവാദിയുടെ ഒരു മന്ത്രച്ചരടും നമ്മുടെ മേൽ നടക്കത്തില്ല. വെളിച്ചപ്പാടത്തിൽ തുള്ളി വന്നപ്പോൾ ആത്മാവുള്ളപ്പോൾ തിരിഞ്ഞൊന്ന് നോക്കിയതേ ഉള്ളൂ. അവ കാര്യത്തിന് തീരുമാനം അന്നേരമായി, പിന്നത്തേനല്ല. ആ സെക്കൻഡ് തമ്പുരാൻ്റെ ആത്മാവിനെ നടന്നെങ്കിൽ ഇന്ന് പകൽക്കാലമാണ്. ഒരുത്തനെ നോക്കിയതേ ഉള്ളൂ. അവനെ രണ്ടുപേർ പിന്നെ താങ്ങിക്കൊണ്ട പോയി. എൻ്റെ കണ്ണിന് പോലും കാഴ്ചയില്ലാത്ത ഈ ആത്മാവിൻ്റെ പവർ എന്നാണ് ഇന്ന് പകൽത്താലം തിരിച്ചറിയണം. ഈ ആത്മാവ് നിങ്ങളുടെ മേൽ ഉണ്ടെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് മന്ത്രവാദി കൊണ്ട് ചെയ്തെന്ന്, കൂടത്രക്കാരൻ ചെയ്തെന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ ആയുസ് മുഴുവൻ ഇരിക്കാനേ പറ്റുള്ളൂ. ഈ പാമ്പിനെ, തേളിനെ, ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ എൻ്റെ മേൽ ദൈവം അധികാരം തന്നിട്ടുണ്ടെന്ന് ഇന്ന് പകൽ വിശ്വസിക്കാൻ റെഡിയാണ്. കർത്താവിനെ സ്തോത്രം ചെയ്തോളാം. മന്ത്രവാദി ചെയ്തെന്ന് പറയുന്ന ചിലരുടെ വയറ്റിപ്പഴുപ്പാ, അത് അതിലൂടെ പൊക്കോട്ട് കേട്ടോ. അവിടെയല്ല നീ നോക്കേണ്ടത്. ഇന്ന് പകൽ ധൈര്യത്തോടെ വിളിച്ചു പറയണം, പാമ്പിനെ, തേളിനെ, ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുക അധികാരം എൻ്റെ മേലുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ കർത്താവിനെ സ്തോത്രം ചെയ്തു. ആത്മാവിന്റെ ശക്തി എൻ്റെ മേലുള്ളത്. യേശു എൻ്റെ മേൽ പകരപ്പെട്ട ആത്മാവ്, യേശു എൻ്റെ മേൽ പകരപ്പെട്ട ആത്മാവ്. ആമേൻ. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. ആത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, ആത്മാവിന്റെ നിയോഗം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം യേശുവിന്റെ ആത്മാവിനെ പിടികിട്ടിയല്ലോ. യേശുവിന്റെ ആത്മാവ് നിങ്ങളുടെ മേലുണ്ടെങ്കിൽ ആമേൻ. മത്തായി 3:11 പ്രസംഗിക്കാൻ പറ്റൂ. പിടികിട്ടിയോ? ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനപ്പെടുത്തുന്നു. ആര് പറയുക? യോഹന്നാൻ പറയുക. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേ ഉള്ളൂ. എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനപ്പെടുന്നു. ഏത് സ്നാനം നിങ്ങളുടെ മേൽ വന്നും ചിന്തിച്ചാൽ മതി. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ വന്ന മാനസാന്തര സ്നാനമല്ല, നിങ്ങളുടെ മേൽ വന്നത് പരിശുദ്ധാത്മാവ് സ്നാനമാണ്. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഇറങ്ങിപ്പൊളപ്പെടുത്തി ഭൂതഗ്രസ്തരെ വിടുവിക്കുവീൻ. ഇന്ന് ഭൂതം ഉണ്ടെന്നും പറഞ്ഞാ ധാനപ്പെട്ടവൻ നടക്കുന്നത്. ഭൂതത്തെ തപ്പി നടക്കുക, പ്രശ്നം വെക്കാൻ പോവുക. ഭൂതം എവിടെയുണ്ടെന്നറിയാൻ ആരോണ്ട് ഏതോണ്ട് ചെയ്തതാ. എത്ര വർഷമായി സഹോദര വന്നിട്ട്? 28 വർഷമായി, 30 വർഷമായി. ഇപ്പോഴും ഭൂതത്തെ തപ്പി നടക്കുക. ഇതുവരെ ഭൂതത്തെ കണ്ടില്ല. പണ്ടൊരാൾ പുതുപ്പള്ളി ഇവിടെ വന്ന് പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് വർഷങ്ങളായത് സ്നാനപ്പെട്ടവൻ അവിടെ വന്ന് എന്നോട് ചോദിച്ചു. ഞാനവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു, എൻ്റെ വീട്ടിൽ കൂടോത്രം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവരൊക്കെ കേട്ടതാ, ഞാൻ നുണ പറയുന്നൊന്നുമല്ല. അതെടുത്തു തരണം. ഞാൻ പറഞ്ഞു, സൗര ദൈവാത്മാവ് ഉണ്ടെങ്കിൽ നീ നടന്നാൽ മതി, അതല്ലേ പൊക്കോളും, നീ പേടിക്കണ്ട. എടുത്തു തരാൻ പറ്റുമോ? ഒത്തിരി വിഷയമുള്ള കേള്. മുട്ട എടുത്തു കൊടുക്കണോ? മുട്ട കിട്ടിയിരുന്നു ഞാൻ വീട്ടിൽ കൊണ്ടുപോകത്തില്ലായിരുന്നു. പിന്നെ മുട്ട എടുത്ത് എന്തൊരു വിഷയമായിരുന്നു അവിടെ. മുട്ട എടുത്ത് കൊടുത്തില്ലെന്നും പറഞ്ഞു. ഏതാത്മാവാ? ആകാശവും ഭൂമിയും ഒരു വാക്കുകൊണ്ട് ഉളവാക്കിയവൻ്റെ ആ രാജാവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നേ. ഇന്ന് പകൽ എത്ര പേര് പിടികിട്ടുന്നുണ്ട്? ആ രക്ഷകന്റെ ആത്മാവാ. ഇന്ന് പകൽക്കാലം അറിയണം. ഇന്ന് പകൽക്കാലം അറിയണം, ഭൂതങ്ങൾ കീഴടങ്ങുന്നത് അവൻ്റെ ആത്മാവിനാലാ. യേശു ഭർത്താവ് പണ്ട് പടകിൽ അങ്ങോട്ട് യാത്ര ചെയ്ത് ശിഷ്യന്മാരുമായിട്ട് പോകുമ്പോഴേ ഗദരദേശത്തെ ഭൂതം ഒരു പരിപാടി വെച്ചൊരു കാറ്റങ്ങ് വിട്ടു. ഒറ്റ കാറ്റങ്ങോട്ട് വന്ന് പടകങ്ങോട്ട് ഇളകാൻ തുടങ്ങി. പടകങ്ങോട്ട് ഇളകാൻ തുടങ്ങിയപ്പോൾ കൂടെ ഇരുന്നവന്മാരെല്ലാം പേടിച്ചു. ഇപ്പോഴത്തെ വിശ്വാസികളുടെ അവസ്ഥയ്ക്കകത്ത് ചാടി എഴുന്നേറ്റ് പറഞ്ഞു, അതാ ഞങ്ങൾ നശിച്ചു പോകുന്നത് നിങ്ങൾക്ക് വിചാരമില്ലേ എന്ന് ചോദിച്ചു. യേശു എഴുന്നേറ്റൊന്ന് ശാസിച്ചു, അവിടെ നിന്നു, കടൽ നിന്നു. ഗദരദേശത്ത് ഇറങ്ങാൻ ചെന്നപ്പോൾ ഭൂതഗ്രസ്തൻ യേശുവിൻ്റെ കാൽക്കൽ വന്നിട്ട് പറഞ്ഞു, നാഥാ, നമ്മൾ തമ്മിൽ വഴക്ക് പിടിക്കണ്ട, എന്നെ ഒന്ന് വിട്ടേരെ, ഇത്രയും കാര്യമുള്ളൂ. ആത്മാവ് നിൻ്റെ മേലുണ്ടെങ്കിൽ ഒരു ഭൂതവും നിൻ്റെ അരികിൽ വരത്തില്ല, ഒരു ബാധയും നിൻ്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. നിൻ്റെ മേൽ പതിക്കപ്പെട്ട യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാ. എത്ര പേര് ആമേൻ പറയുന്നത്? യേശുവിൻ്റെ രക്തമാ നിങ്ങളുടെ മേൽ ഒഴുകപ്പെടുന്ന. യേശുവിൻ്റെ രക്തത്താൽ മുദ്രയിടപ്പെടാ. പണ്ട് പഴയ നിയമത്തിൽ പറയും, സംഹാരകൻ കടന്നുപോയി. കുറുപടിമേലും കട്ടിളപ്പടിമേലും രക്തത്തിൻ്റെ മുദ്രയുള്ള സംഹാരകൻ കടന്നു പോയപ്പോൾ
അവരറിഞ്ഞു പോലുമില്ല. ഇന്ന് പകലറിയണം, ആമി മന്ത്രവാദി ചെയ്താലും നീ അറിയത്തില്ല. കാരണം എന്നാ, നീ മേൽക്കുമേൽ അനുഗ്രഹിക്കപ്പെട്ടോണ്ടേയിരിക്കും. ആമി കാൽവറി ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയ ഒരു മരുമനാഥൻ എനിക്കുണ്ടെന്ന് പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഓ, കാൽവറി ക്രൂശിൽ ഒരു ജയോത്സവം കൊണ്ടാടിയ ഒരു അരുമനാഥൻ എനിക്കുണ്ട്. ഹല്ലേലൂയ. സകല നാമത്തിലും മേലായ ഒരു നാമമുണ്ട്, അതെന്റെ യേശുവിന്റെ നാമമാണ്. ആ നാമത്തെ വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഇന്ന് പകൽക്കാലം അറിയണം, ആമീൻ, ഇന്ന് പകലറിയണം, ആത്മാവിൻ്റെ ശക്തിയാലും ആത്മാവിൻ്റെ നിയോഗത്താലും ദൈവം നടത്താൻ തുടങ്ങിയാൽ, ഇന്ന് പകൽ പറഞ്ഞു, അകത്ത് വിശ്വസിക്കേണ്ട കാര്യപ്പെട്ടോ ഈ പറഞ്ഞത്. പലയിടത്തും മെസ്സേജ് പറയാൻ പോകുമ്പോൾ ഇതുപോലെ സബ്ജക്റ്റ് പറയുമ്പോൾ പിന്നെ അവരെന്നെ മേലെ വിളിക്കത്തില്ല. ഞാൻ എൻ്റെ കുഴപ്പമല്ല, ഞാനിതങ്ങ് പറയും, ഇതൊന്നുമില്ല, ആത്മാവുള്ളവൻ അത്ഭുതമാണെന്ന് പറഞ്ഞെങ്കിൽ നടക്കത്തില്ല. അങ്ങോട്ട് പിന്നെ വിളിക്കാറില്ല. കർത്താവിനെ സ്തോത്രം ചെയ്യുക, പറയാനുള്ളത് രക്ഷയെക്കുറിച്ച് പറഞ്ഞാൽ മതിയാകത്തുള്ളൂ. ആത്മാവിൻ്റെ ശക്തിയിൽ നിങ്ങൾ നടക്കണം. ആത്മാവിൻ്റെ നിയോഗം നിങ്ങളുടെ മേൽ വെളിപ്പെട്ടാൽ, ഇന്ന് പകലിൽ എഴുതി വെച്ചു, നിങ്ങളുടെ തലമുറയുടെ ഗ്രാഫ് തീരുമാനിക്കുന്ന സ്വർഗമാണ്. ആമേ, നിൻ്റെ തലമുറ എവിടം വരെ പോകത്തില്ലെന്നൊക്കെ പറയുന്നവരാണ്. എൻ്റെ കുഞ്ഞിനെ നോക്കിയിട്ട് പറഞ്ഞ് അങ്ങനൊന്നും പോകത്തില്ലെന്ന് അവൾ ചെല്ലുന്നിടത്ത് തമ്പുരാൻ എത്തിച്ചിട്ടുണ്ട്. അതിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. എന്നോട് ഞാൻ 100 പേരുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ പറഞ്ഞു, അതൊന്നും ചെയ്യണ്ട കേട്ടോ, അതൊന്നും ഭാവി ഉണ്ടാകത്തില്ല, ഭാവി തടഞ്ഞു പോകും, ജോലി പോലും കിട്ടത്തില്ല. എത്ര പ്രവചനങ്ങളായിരുന്നു. പക്ഷെ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, നിൻ്റെ തലമുറ ഞാൻ കരുതിക്കോളാമെന്ന്. ഇന്ന് പകൽ സ്തോത്രം പറഞ്ഞോണം. അമ്മയെ, ഇന്ന് നിങ്ങളെക്കുറിച്ച് നാട്ടുകാർ പ്രവചിക്കുന്നൊന്നും കേൾക്കണ്ട, സ്വർഗം പറഞ്ഞതിനകത്ത് സ്തോത്രം ചെയ്തോണം. അമ്മേ, ഇനി ഇറങ്ങി വന്ന ഈ കുഞ്ഞിന് എവിടാ ജോലി കിട്ടുന്നേ? അയ്യോ, ജോലി കിട്ടാൻ പാടാ. ഇതൊക്കെ പറയുന്നവർ അവിടെ നിൽക്കട്ടെ കേട്ടോ. ദൈവം പറഞ്ഞു, നീ കേൾക്കാൻ റെഡിയായാൽ മതി. ആമ ഇറങ്ങി വന്നതിന്റെ 13 നല്ല കമ്പനി കൊണ്ട് തമ്പുരാൻ ഇരുത്തിയെങ്കിൽ, ഇന്ന് പകൽ ദൈവസഭയോട് ഞാൻ വിളിച്ചു പറയാ, ഉയർത്താൻ ഒരുവൻ നിന്റെ കൂടെ നിൽപ്പുണ്ടെങ്കിൽ, കൈ പിടിക്കാൻ നിന്റെ കൂടെ ഒരുവൻ നിൽപ്പുണ്ടെങ്കിൽ, മനുഷ്യന്റെ ശബ്ദമല്ല, സ്വർഗത്തിന്റെ ശബ്ദം ഇന്ന് കേട്ടാ മതി. ഓ, സ്വർഗത്തിന്റെ ശബ്ദം കേട്ടാ മതി. ആത്മാവിൽ നിന്ന് പകൽ വിളിച്ചു പറയണം, എന്റെ മേൽ പകരപ്പെട്ട സ്വർഗത്തിന്റെ ആത്മാവാണ്. ഹല്ലേലൂയ. ആത്മാവിന്റെ നിറവിനകത്ത് നിന്ന് നിൽക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പോൾ ആത്മാവിന്റെ നിയോഗത്തിൽ നിങ്ങൾ വരണം. ആത്മാവിന്റെ നിയോഗത്തിൽ ഞാൻ ഇവിടെ നിർത്തുക, അടുത്ത ആഴ്ച കണ്ടിന്യൂഷൻ ചെയ്യും. ആത്മാവിന്റെ നിയോഗത്തിൽ നമ്മൾ വരണം. നമ്മളെക്കുറിച്ച് ചില പദ്ധതികൾ ദൈവത്തിനുണ്ട്. ഈ പദ്ധതി വെളിപ്പെടാൻ നമ്മൾ ഉപവസിക്കണം. യേശു കർത്താവ് 40 ദിവസം ഉപവസിക്കാൻ പോയി. എന്തിനു വേണ്ടിയാ? യേശു കർത്താവ് 40 ദിവസത്തോളം പോയി ഉപവാസത്തിനിരുന്നു, ദൈവസന്നിധി ഇരുന്നു, പരീക്ഷകനാൽ പരീക്ഷിക്കപ്പെട്ടു. അവിടെ നിങ്ങൾ ഓരോ വാക്യങ്ങളെടുത്ത് വായിച്ചറിയാം. പിശാച് ഏതെല്ലാം വല അവിടെ എറിഞ്ഞോ അതിനെ മുഴുവൻ ജയിച്ചിട്ടാ യേശു കർത്താവ് പുറത്തോട്ട് വന്നേ. ഇന്ന് പകലിൽ അറിയുന്ന ആത്മാവിൻ്റെ ശക്തിയിൽ നിൽക്കാൻ റെഡിയാകുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ആത്മാവ് ഉപയോഗിക്കും, ശക്തമായ ആത്മാവ് ഉപയോഗിക്കും. തലമുറകൾക്കുള്ള മാതിരികൾ തുറക്കും, അത്ഭുത വിടുതലുകൾ. എല്ലാ കണ്ണുകളും അടച്ച്, ഫാദർ ഐ താങ്ക് യു ലോർഡ്, ഫാദർ താങ്ക് യു ലോർഡ്. എന്നെ നിറച്ചത് പരിശുദ്ധാത്മാവിനാലാണെന്നും എന്നെ നടത്തുന്ന ദൈവത്തിൻ്റെ ആത്മാവിനാലാണെന്നും പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ദൈവസഭയെ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ മേലുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെ ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ട് വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ ഹിതം എന്താണോ അതിലേക്ക് ഞങ്ങൾ മാറാൻ പോവുക. കർത്താവിൻ്റെ ഇഷ്ടം എന്താണോ അതിലേക്ക് ഞാൻ മാറാൻ പോവുക. എൻ്റെ ഭാവി എൻ്റെ കർത്താവിൻ്റെ കൈ സുരക്ഷിതമാണ്. ഇന്ന് കാണുന്ന കണ്ണുനീരിൽ കൂടെ ഞാൻ മുന്നോട്ട് പോകത്തില്ല. ആമേ, എൻ്റെ ഭവനം സന്തോഷം കൊണ്ട് നിറയുന്ന ഭവനമായി മാറുക, ആനന്ദം കൊണ്ട് നിറയുന്ന ഭവനമായി മാറുക. ആമി മുപ്പണിച്ചരട് അറ്റുപോകാത്ത തലമുറകളോട് ചേർന്ന് നിൽക്കുന്ന ഭവനങ്ങൾ വെളിപ്പെടും. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ദൈവസഭയെ പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ കരുതലിനായി കൃപയ്ക്കായി നന്ദി പറയുന്നു. നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് ചെയ്ത വലിയ അത്ഭുതത്തിനായി സ്തോത്രം. അത് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.